തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്, റേഡിയസ് ഓഫ് ദിലേഷൻ, മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ വരുന്ന രണ്ട് തിയറംസ്, പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, അങ്ങനെ രണ്ട് തിയറംസ് പഠിച്ചു. അതിന്റെ ഇക്വേഷൻസ്, പിന്നെ സം ജിയോമെട്രിക്കൽ പ്ലെയിൻ ഫിഗേഴ്സിന്റെ സെന്റർ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്രയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അത് ഇത്തിരി സ്പീഡ് കൂടുതലായിരുന്നു എന്ന് കുറെ പേര് പറയുന്നത് കേട്ടു. അപ്പോ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് അറിഞ്ഞിരിക്കണം, അതിന്റെ യൂണിറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, പാരലൽ ആക്സിസ് തിയറം രണ്ടും എന്താണ്, എപ്പോഴാണ് അത് യൂസ് ചെയ്യേണ്ടി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് പാരലൽ ആക്സിസ് തിയറം എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ പ്ലെയിൻ ജിയോമെട്രിക് ഫിഗേഴ്സിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നോക്കി. റെക്ടാംഗിൾ ആണ് എന്നുണ്ടെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെയാണ് എന്നുണ്ടെങ്കിൽ BDQ/12 ആണ്. ബേസിലൂടെയാണ് ആക്സിസ് എങ്കിൽ അതിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് BDQ/3 ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ സർക്കിളിന്റെ IXXും IYയും വരികയാണെങ്കിൽ πd⁴/64. പിന്നെ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ IZZ ആണെന്നുണ്ടെങ്കിൽ πd⁴/32 ആണ്, അതിന്റെ ഇരട്ടിയാണ് വരിക എന്ന് പഠിച്ചു. പിന്നെ ട്രയാങ്കിളിന്റെ കേസിൽ പഠിച്ചു അല്ലെ. സെൻട്രോയിഡൽ ആക്സിസിലൂടെയാണ് എന്നുണ്ടെങ്കിൽ BHQ/36, ബേസിലൂടെയാണെങ്കിൽ BHQ/12, അപ്പെക്സിലൂടെയാണെങ്കിൽ BHQ/4. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ അതിന്റെ ഡെറിവേഷന്റെ കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട, ചോദിച്ച് കണ്ടിട്ടില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒന്നുകൂടെ അനലൈസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളത്. ഇനി അത് റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഞാനത് ഒന്നുകൂടെ സൂം ക്ലാസ് വെച്ച് നമുക്ക് അതിലൂടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ. അത് മാത്രമല്ല, ഇന്നത്തെ ക്ലാസ്സോട് കൂടി ഏകദേശം പ്രോബ്ലംസ് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കുറച്ചധികം ഉണ്ട്. അപ്പോൾ സിമിലർ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് അത്രയും സ്ലോവിൽ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ആ പ്രോബ്ലംസ് സെയിം ടൈപ്പ് പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഇത്തിരി ഫാസ്റ്റ് ആക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ പിന്നെയും കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഫാസ്റ്റ് ആക്കി എടുത്തത്. ഇനി അതല്ല, നിങ്ങൾക്ക് അങ്ങനെ സ്ലോ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞു തരണം, വ്യക്തമാക്കി തരണം എന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്ത് അറിയിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സൂം ക്ലാസ് വെച്ച് നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറ്റിത്തരാം. ഓക്കെ. അപ്പോൾ ഇപ്പൊ ഞാൻ ജസ്റ്റ് നമ്മളെ തൊട്ട് മുമ്പ് എടുത്ത മൊമെന്റ് ഓഫ് ഇനർഷ്യ ക്ലാസ് ഒന്നുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവാം. സ്ലൈഡൊക്കെ വെച്ച് ഒന്നുകൂടെ സ്ക്രോൾ ചെയ്ത് പോവാം. എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ നോട്ട് ഇതുവരെയുള്ളതെല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇന്നത്തെ ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള PPT നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പൊ നിങ്ങളുടെ നോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം, ഞാൻ തന്നിട്ടുള്ള ഹോംവർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കണം. ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് പക്ക നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ചിലപ്പോൾ ഞാൻ സെക്കൻഡ് മൊഡ്യൂൾ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൂമിന്റെ ക്ലാസ് വെച്ചിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ക്ലാസ് ഓറിയന്റേഷൻ ക്ലാസ് പോലെ ഒരു നടത്തി തരാനായിട്ട് നോക്കാം. പിന്നെ ഒരു എക്സാം, ഓണത്തിന് മുന്നേ നമുക്കൊരു എക്സാം നടത്തണം, ഒരു സീരീസ് ടെസ്റ്റ് നടത്തണം. അതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു സീരീസ് ടെസ്റ്റ് നടത്തണം, ഒരു അസൈൻമെന്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അത് ഹോംവർക്ക് ആയിട്ടുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാനുള്ള 4 പ്രോബ്ലം തന്നത് ഹോംവർക്ക് ആയിട്ടാണ്. അപ്പൊ അസൈൻമെന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം തരുന്നതായിരിക്കും. അത് എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിച്ചു കണ്ടിട്ടുള്ള 2 പാർട്ട് A, B, C 3 പാർട്ടിലുമായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിച്ചു കണ്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ്, ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പോൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസും കഴിയും. അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആക്കി തരുന്നുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ അസൈൻമെന്റ് ആക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തണം. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വീക്കിൽ തന്നെ നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ നടത്തും. അല്ലെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത് ഇടയ്ക്ക് വെച്ചായിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് മൊഡ്യൂൾ ഇന്നത്തോടെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. അതാണ് പറയാനുള്ളത്. അപ്പോ അസൈൻമെന്റ് ആയി, ടെസ്റ്റ് പേപ്പർ ആയി, പിന്നെ അതുപോലെ അറ്റൻഡൻസ് ശ്രദ്ധിക്കണം. നിങ്ങളുടെ അറ്റൻഡൻസ് കുറെ പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാവരും ലൈവ് ചാറ്റിൽ വന്ന് കംപ്ലീറ്റ് അറ്റൻഡൻസ് പറഞ്ഞു പോകും. പക്ഷെ വാച്ചിങ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24-25 അറൗണ്ട് ഏകദേശം അത്രേ ഉണ്ടാവാറുള്ളൂ. അപ്പൊ അത് പറ്റില്ല. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് തരുന്ന സമയത്ത്
നിങ്ങൾക്ക് ടൈം ടേബിൾ എല്ലാം തലേ ദിവസം പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ തിരക്കുകളെല്ലാം നിങ്ങൾ മാറ്റി വെച്ച് ക്ലാസ് കേൾക്കാൻ തന്നെ ഇരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യും, മറ്റ് സ്റ്റാഫ് ചെയ്യുന്നത് പോലെ EDPSൽ വഴി തരും. അപ്പൊ എനിക്ക് നോക്കാനായിട്ട് പറ്റും എത്ര പേര് കേൾക്കുന്നുണ്ട്, എത്ര പെർസെന്റേജ് കേട്ടു എന്ന് എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഞാൻ 90% അല്ലെങ്കിൽ 95% ക്ലാസ് കേട്ടവർക്ക് മാത്രമേ ഞാൻ അറ്റൻഡൻസ് കൊടുക്കുള്ളൂ. അങ്ങനെയാകും. ഇപ്പോ വലിയ ബുദ്ധിമുട്ടില്ലാതെ എല്ലാവർക്കും അറ്റൻഡൻസ് കിട്ടുന്നുണ്ട്. ക്ലാസ് കേൾക്കുകയും വേണ്ട, എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് അറ്റൻഡൻസ് പറഞ്ഞു പോയവർക്കൊക്കെ അറ്റൻഡൻസ് കിട്ടുന്നുണ്ട്. ആ രീതി ഞാൻ ഒഴിവാക്കും. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാക്കി എല്ലാ ജോലികളും മാറ്റി വെച്ചു. ഒരു ദിവസം 2-3 മണിക്കൂറല്ലേ നിങ്ങൾക്ക് എൻഗേജ് ചെയ്യേണ്ട. കോളേജിൽ വന്ന് സമയം കളയുന്ന അത്രയും നേരം വേണ്ടല്ലോ. അപ്പൊ ആ കാര്യം കൂടെ നോക്കുക കേട്ടോ. പിന്നെ അത്രേ ഉള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സമയം കളയുന്നില്ല, ഞാൻ ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കിയിട്ട് അങ്ങനെ പോവാം. ഓക്കെ. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരുന്നു അല്ലേ. ഞാൻ ഒരുപാട് മറ്റേ ഡെറിവേഷൻ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ മൊമെന്റ് ഏരിയ അല്ലെങ്കിൽ ഫസ്റ്റ് മൊമെന്റ് എന്ന് പറയും. ദാറ്റ് മീൻസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലെ. ഇനി മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. അതിനെ നമുക്ക് സെക്കൻഡ് മൊമെന്റ് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയാം. വെറുതെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എബൌട്ട് എനി ആക്സിസേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോ XX ആക്സിസിലെയാണ് പറയുന്നതെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് XX ആക്സിസ് എന്ന് പറയുന്നത് IXX ആണ്. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് XX ആക്സിസ് എന്ന് പറയുന്നത് IXX എന്ന് പറയുന്നത് എന്താ, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. അത് ഏത് ആക്സിസ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇപ്പൊ XX ആക്സിസ് ആണെങ്കിൽ ആ ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ ഒരു മാർക്കൊക്കെ കുറയാറുണ്ട് വാല്യുവേഷൻ സമയത്ത്. സോ നിങ്ങൾ യൂണിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. യൂണിറ്റ് എന്താ, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഏരിയ mm², ഡിസ്റ്റൻസ് mm, ഡിസ്റ്റൻസ് mm. സോ mm/4 ആണ് യൂണിറ്റ് വരിക. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആണ്. ഡെറിവേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ജസ്റ്റ് എന്താണെന്നേ പറയുന്നുള്ളൂ. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുന്നത് IZZ = IXX + IYY. ഇതിലെ IZZ പറയുന്ന പേരാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇനി പാരലൽ ആക്സിസ് തിയറം, അതിന്റെ ഡെഫിനിഷൻ, ഫിഗർ കാര്യങ്ങളൊന്നും പോകുന്നില്ല, പറഞ്ഞു കഴിഞ്ഞതാണ്. പാരലൽ ആക്സിസ് തിയറത്തിൽ ലാസ്റ്റ് ഇക്വേഷൻ IAB, XX എന്നുള്ളത് സെൻട്രോയിഡൽ ആക്സിസ് ആണ്, AB എന്നുള്ളത് ബൈ ഡിസ്റ്റൻസിൽ, സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നും ബൈ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഒരു ആക്സിസ് ആണ് AB എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IAB, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് AB എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ IXX പ്ലസ് നമ്മൾ എടുക്കുന്ന ബോഡി, ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ആർബിട്രറി ഷേപ്പുള്ള ബോഡിയാണ് അല്ലെ, അതിന്റെ ഏരിയ A ഇൻറ്റു ഈ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് AB എന്ന ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് Y, അതിന്റെ സ്ക്വയർ, Y². അപ്പൊ ഈ ഇക്വേഷനും അറിഞ്ഞിരിക്കണം. IAB = IXX + AY². നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരും. ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്നാണ് നോക്കിയത്. റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. K = √IAB/A. ഓക്കെ, അതും നോക്കി വെക്കുക. ഇനി സം പ്ലെയിൻ ഫിഗേഴ്സിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നോക്കിയത്. റെക്ടാങ്കിളിന്റെ കേസ് ആണ് എന്നുണ്ടെങ്കിൽ IXS = BDQ/12 വരും. അത് എബൌട്ട് XX ആക്സിസ് ആണ്. സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന രണ്ട് ആക്സിസ് ഇല്ലേ. ഇനി IYY ഉണ്ട് അല്ലെ. അപ്പൊ IYY = DBQ/12. വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇവിടെ BDQ/12 ഇവിടെ DBQ/12 ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കിയത് എബൌട്ട് ബേസിലൂടെ ആണെങ്കിൽ BDQ/3 ആണോ നോക്കിയ. അവിടെയാണ് നമ്മൾ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്തത്. ഓക്കെ, ഇനി ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വലിയ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ദാറ്റ് ഈസ് ഈ കാണുന്ന BDQ/12, അതിൽ നിന്ന് ചെറിയ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതായത് ഈ ചെറിയ BDQ/12 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ട്രയാങ്കിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നമ്മളിവിടെ ഷോർട്ട് ആക്കി എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പെക്സിലൂടെ ആണെങ്കിൽ BHQ/4, ബേസിലൂടെ ആണെങ്കിൽ BHQ/12, സെൻട്രോയിഡിലൂടെ ആണെങ്കിൽ BHQ/36. അതും ഓർത്ത് വയ്ക്കുക. സർക്കിളിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ
IXXും IYYയും ഒന്നാണെന്ന് പറഞ്ഞു. അത് πd⁴/64 ആണ് വരുന്നത്. ഇനി പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണെന്നുണ്ടെങ്കിൽ അത് IZZ ആണ്, πd⁴/32. നമ്മൾ ടോർഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആവശ്യം വരും, മറക്കരുത്. വാല്യൂ എന്താണെന്ന് ഓർത്ത് വെക്കുക. IXXന്റെ ഇരട്ടിയാണ് IZZ അല്ലെ, πd⁴/32. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരികയാണ്. പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ഇങ്ങനെയാണ്, നോക്കാം. Find the moment of inertia of the following sections about their centroidal axis. Centroidal axis എന്ന് പറയുമ്പോൾ XX വരും, YYയും വരും, ZZും വരും അല്ലെ. ZZ കാണണം എന്നില്ല, നിർബന്ധമില്ല, XX YYയും. Find also the least radius of gyration. എന്നിട്ട് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ k √5ab/a ഓർക്കുന്നില്ലേ, അതും കണ്ടുപിടിക്കണം. ഇനി അതിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് റെക്ടാങ്കിൾ 60 mm വൈഡ് ആൻഡ് 120 mm ഡീപ്പ്. ഒരു റെക്ടാങ്കിളിന്റെ കേസ് തന്നിട്ടുണ്ട്. സെക്കൻഡ് വൺ എ സർക്കിൾ ഓഫ് റേഡിയസ് 40 mm, ഒരു സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കേസിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് XX, YY ആൻഡ് ZZ. XX-ഉം YYയും ZZും ആണ് സെൻട്രോയിഡൽ ആക്സിസ് എന്നത്. അതായത് ഇപ്പോൾ റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസുകൾ XX ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ XX ആക്സിസ് ഉണ്ടായിരിക്കും, വെർട്ടിക്കൽ ഡയറക്ഷനിൽ YY ഉണ്ടായിരിക്കും, അതുപോലെ ZZ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിലൂടെയുള്ള എല്ലാ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നോക്കാം. ഫസ്റ്റ് കേസിലാണെങ്കിൽ റെക്ടാങ്കിൾ ഓഫ് 60 mm വൈഡ്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 60 mm, അതുപോലെ ഡെപ്ത് D തന്നിട്ടുണ്ട് 120 mm. നമുക്കറിയാം ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താണ് ഇക്വേഷൻ? IXX ആണ് എന്നുണ്ടെങ്കിൽ BDQ/12 ആണ് അല്ലെ. IXX ആണെങ്കിൽ BDQ/12 ആണ്. B എത്രയാണ്? 60. D എത്രയാണ്? 120. അപ്പൊ 60 × 120³/12 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? ആൻസർ കണ്ടുപിടിക്കുക, കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുക. യൂണിറ്റ് mm/4 മറന്നു പോകരുത്, യൂണിറ്റ് എഴുതാനായിട്ട് മറന്നു പോകരുത്. ഇനി നെക്സ്റ്റ് വൺ ആണ് IYY. IYY എന്ന് പറഞ്ഞാൽ DBQ/12 ആണ്, മാറി അല്ലെ. വെർട്ടിക്കൽ ആക്സിസ് YY ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞത് DBQ/12. D എത്രയാണ്? 120. B എത്രയാണ്? 60/12 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഇൻ mm/4. ഓക്കെ, ഇപ്പൊ IXXY IYY ആണ്. ഇനി IZZ കണ്ടുപിടിക്കണമെങ്കിലോ IXX + IYY ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IZZ കിട്ടും. ക്ലിയർ ആയോ? അപ്പോ റെക്ടാങ്കിളിന്റെ കേസിലെ IXX, IYY, IZZ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഒന്നുകൂടെ കാണാൻ പറഞ്ഞിട്ടില്ലേ, ഫൈൻഡ് ഓൾസോ ദി ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പൊ ഈ മൂന്ന് ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ ഏതാണോ ഏറ്റവും ലീസ്റ്റ് വാല്യൂ എടുത്താൽ മതി, പോരെ. അപ്പൊ ഇവിടെ കടന്നത് IYY ആണ് ഏറ്റവും ചെറിയ വാല്യൂ അല്ലെ. ഇത് 864 ആണ്, 216, ഇത് 1080. ചെറിയ വാല്യൂ എന്ന് പറയുന്നത് IYYയുടെ കേസിലാണ്. അപ്പൊ IYY കൺസിഡർ ചെയ്താൽ മതി. ലീസ്റ്റ് വാല്യൂസ് IYY നമുക്കറിയാം. IYY = AK². So K √5YY/A. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ചെയ്താൽ മതി. 60 × 120 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ, ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ KYY. IYY ആണ് എടുത്തത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് YY എന്ന് കാണിച്ചത് കേട്ടോ. ആൻസർ 17.32 mm. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് റെക്ടാങ്കിളിന്റെ കേസിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താ? ഇൻ കേസ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 40 mm മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കണം. എളുപ്പമാണല്ലോ. റേഡിയസ് തന്നിട്ടുണ്ട്. സോ റേഡിയസ് എന്ന് പറയുന്നത് 40 mm ആയതുകൊണ്ട് ഡയമീറ്റർ 80 mm. അങ്ങനെയാണെങ്കിൽ IXXും IYYയും സെയിം ആണ്. πd⁴/64 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. D എന്ന് പറയുന്നത് 80 ആണ്. സോ IZZ നമുക്കറിയാം πd⁴/32 ആണ്. ആ വാല്യൂയും കിട്ടി. ഇതിൽ ചെറുത് ഏതാ? IXX അല്ലെങ്കിൽ IYY. അപ്പോൾ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാനായിട്ട് 201.06 × 10⁴ mm/4 ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ആൻസർ ഈസ് K √5YY/A. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ഏരിയ. ഇത് 80² ആണ്. 5/4 × 80². അത് മാറിപ്പോയതാണ്. 5/4 ×
80 സ്ക്വയർ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി 20 mm. നിങ്ങളിത് കാൽക്കുലേറ്ററിൽ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. ഞാൻ പെട്ടെന്ന് ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. കറക്ഷൻ ഉണ്ടാവും, ഏതെങ്കിലും ഒരു ഭാഗത്ത് കറക്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങളത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടോ നോക്കട്ടെ. അപ്പൊ റേഡിയസ് ഓഫ് വേരിയേഷൻ കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5y ബൈ എ. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സർക്കിൾ 5/4 ഇൻറ്റു ഡി സ്ക്വയർ അല്ലെ. അത് 80 സ്ക്വയർ ആണ്. പിന്നെയും പറയുന്നു 80 സ്ക്വയർ ആണ്. ഞാൻ തരുമ്പോൾ മാറ്റി തരാൻ ശ്രമിക്കാം. KYY ഇസ് ഈക്വൽ ടു 20 mm. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോട്ട് ചെയ്യുക, അത് 80 സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം കഴിഞ്ഞു. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ചോദിക്കാൻ ചിലപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് കണ്ടിട്ടില്ല. ഇത്തിരി ഫിഗർ തന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ് അധികവും കണ്ടിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോബ്ലം കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, സെക്കൻഡ് പ്രോബ്ലം. Find the moment of inertia of a rectangle 80 mm wide and 120 mm deep about its base. Find the moment of inertia of triangle whose base is 180 mm height and 120 mm about its base centroid. ട്രയാങ്കിളിന്റെ കേസിലാണെങ്കിൽ ബേസിലൂടെ ഉള്ളതും കാണണം, സെൻട്രോയിഡിലുള്ളതും കാണണം. റെക്ടാങ്കിളിന്റെ കേസിലാണെങ്കിൽ ബേസിലൂടെ ഉള്ളത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. പ്രോബ്ലം മനസ്സിലായല്ലോ? റെക്ടാങ്കിള് 80ഉം 120 ആണ് അതിന്റെ ഡയമെൻഷൻ. ബേസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുക. ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് 180, ഹൈറ്റ് 120 ആണ്. അപ്പൊ ബേസിലൂടെ ഉള്ളതും സെൻട്രോയിഡിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുക. രണ്ട് ചോദ്യമാണുള്ളത്. ഇതും ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നോക്കാം. ഫസ്റ്റ് കേസില് റെക്ടാങ്കിളിന്റെ കേസിൽ നോക്കാം. എബൌട്ട് ഇറ്റ്സ് ബേസ് ആണെന്നുണ്ടെങ്കിൽ BDQ/3 ആണ്. ബി നമുക്കറിയാം 80, ഡി നമുക്കറിയാം 120. അപ്പൊ 80 × 120³/3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 80 × 120³/3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇത് ചെയ്തു നോക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ട്രയാങ്കിൾ അബൌട്ട് ഇറ്റ്സ് ബേസ് എന്തായിരുന്നു? BHQ/12. ബി എത്രയാണ്? 180. H എത്രയാ? 120. അപ്പൊ 180 × 120³/12 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ആയി. ഓക്കെ, ഇനി അടുത്ത കേസില് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ട്രയാങ്കിൾ അബൌട്ട് ഇറ്റ്സ് ബേസ് മാറിപ്പോയി അല്ലെ. സെൻട്രോയിഡ് ആണ്, അത് സെൻട്രോയിഡ് ആണ്. BHQ/36. 180 × 120³/36. ഇത് ബേസ് അല്ല. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ട്രയാങ്കിൾ അബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡ് ആണ്. BHQ/36. 180 × 120³/36 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, അപ്പൊ എല്ലാ പ്രോബ്ലം ചെയ്തു കഴിഞ്ഞു. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് IXX and IYY of an I section shown in figure. ഇനി ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികം ചോദിച്ചു കണ്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫൈൻഡ് IXX and IYY of an I section shown in figure. ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫിഗർ ഇങ്ങനെയാണ്. ഒരു I സെക്ഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ IXX കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ IYY കണ്ടുപിടിക്കണം. XX ആക്സിസും YY ആക്സിസും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതിന്റെ എല്ലാ ഡയമെൻഷനും തന്നിട്ടുണ്ട്. ഈ ഒരു പോർഷൻ, മുകളിലുള്ള പോർഷൻ ഫ്ലാഞ്ച് പോർഷൻ എന്ന് പറയും. ഈ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പോർഷനെ വെബ് പോർഷൻ എന്നൊക്കെയാണ് പറയാം. അത് നിങ്ങൾ ഡിസൈനിൽ നമ്മൾ പല രീതിയിലുള്ള ചാനൽ സെക്ഷൻസ് യൂസ് ചെയ്യും. സ്റ്റീലിന്റെ ചാനൽ സെക്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അവിടെ വരുന്ന ഒരു ടൈപ്പ് സെക്ഷൻ ആണിത്. I സെക്ഷൻ ഉണ്ട്, C സെക്ഷൻ ഉണ്ട്, ആംഗിൾ സെക്ഷൻ ഉണ്ട്, അതുപോലെ T സെക്ഷൻ ഉണ്ട്, L സെക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഡിസൈൻ ഭാഗത്ത് പോകും, അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അതിലെ I സെക്ഷൻ ആണ് നമ്മുടെ പ്രോബ്ലത്തിലുള്ളത്. എല്ലാ ഡയമെൻഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. താഴെ 60 ആണ്, അപ്പൊ ഇവിടെയും 60 തന്നെയാണ്. ഇതിന്റെ തിക്നെസ് 20 ആണ്. നിങ്ങൾ XX ആക്സിസ് എടുത്താലും YY ആക്സിസും ഒന്ന് എടുത്ത് നോക്കിയേ. XXും YYയും. ഓക്കെ, അപ്പൊ XX ആക്സിസ് തന്നിട്ടുണ്ട്, YY ആക്സിസ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെയാ? ഇതിന്റെ IXXും IYYയും ആണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഈ തന്നിരിക്കുന്ന ഒരു സെക്ഷൻ X ആക്സിസ് എടുത്ത് നോക്കിയാലും YY ആക്സിസ് എടുത്ത് നോക്കിയാലും ഒരു സിമെട്രിക്കൽ ഫിഗർ ആണ് അല്ലെ. X ആക്സിസ് എടുത്ത് മുകളിലേക്കും താഴേക്കും നോക്കിയ മിറർ ഇമേജ് ആണ്.
വൈ ആക്സിസ് എടുത്തിട്ട് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അതിനൊരു മിറർ ഇമേജ് ആണ് നമുക്ക് തരുന്നത്. സോ നമുക്ക് പറയാം ഈ തന്നിട്ടുള്ള ഫിഗർ ഒരു സിമെട്രിക്കൽ ഫിഗർ ആണെന്ന് പറയാം. ഗിവൻ സെക്ഷൻ ഈസ് എ സിമെട്രിക്കൽ ഫിഗർ. ഇനി എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം D is 60 mm, D is 120 mm. D is 60 and total depth എന്ന് പറയുന്നത് ഇവിടെ ഇത്രയും ഭാഗം 80 ആണ് അല്ലെ. അപ്പൊ ഇത് 20 ഉണ്ട്, ഇവിടെയും 20 ഉണ്ട്. അപ്പൊ 80 plus 40 120 mm. സോ IXX എന്ന് പറയുന്നത് XX ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലെ. നമുക്ക് ഇതിനെ ഒരു കംപ്ലീറ്റ് റെക്ടാങ്കിൾ ആയിട്ട് എടുക്കുക. കംപ്ലീറ്റ് റെക്ടാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്ത് നോക്കി. ഇത് ഒരു സിമെട്രിക്കൽ ഫിഗർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമ്മളൊരു സിമെട്രിക്കൽ ഫിഗർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിനൊരു കംപ്ലീറ്റ് റെക്ടാങ്കിൾ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ. IXX എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യാം. നമുക്ക് വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതെങ്ങനെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 1/12 ഇൻറ്റു BD³ മൈനസ് സ്മോൾ BD³. അതായത് വലിയ റെക്ടാങ്കിളിന്റെ ബി എന്ന് പറയുന്നത് 60, ഇതാണ് 60 ഇൻറ്റു 120³. ഈ ഇവിടെ 20 ഉണ്ട്, ഇവിടെയും 20 ഉണ്ട് അല്ലെ. ഇത് 20 ആണ്, അതുപോലെ ഇതും 20 ആണ്. സോ മൊത്തം 120 മൈനസ് ചെറിയ റെക്ടാങ്കിളിന്റെ BD³ അതായത് 40. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് മൊത്തം 60 ആണ്, ഈ ഒരു ഭാഗം 20 ആണ് അല്ലേ. അപ്പൊ ബാക്കി എന്തോരം ഉണ്ടാവും? അതായത് നമുക്ക് ഇത് ഇവിടെ മുതൽ ഇവിടെ വരെ 60 ആണ്, അതിൽ ഇത്രയും ഭാഗം 20 ആണ്. അപ്പൊ ഇത് കഴിച്ചുള്ള ഭാഗമാണ് നമുക്ക് വേണ്ടത്. അതായത് ഇത്രയും പോർഷൻ അത് എത്രയാ? 40 ഇൻറ്റു പിന്നെ ഈ ഹൈറ്റ് എത്രയാ? 80³ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IXX കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ വലിയ റെക്ടാങ്കിളിന്റെ BD³ മൈനസ് ചെറിയ റെക്ടാങ്കിളിന്റെ BD³ നമ്മൾ മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് IXX കിട്ടും. അപ്പൊ ആൻസർ വന്നിരിക്കുന്നത് 693 ഇൻറ്റു 10⁴ mm⁴ എന്നാണ്. ഇതാണ് അതിന്റെ ആൻസർ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻറ്റു 10⁴ എന്നൊന്നും ചിലപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ കിട്ടിയത് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം യൂണിറ്റ് mm⁴ ആണല്ലോ. അപ്പൊ അത് വരുന്ന ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ 10ന്റെ പവർ 4 ആയിട്ട് എഴുതിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എങ്ങനെയാണ് ആൻസർ അതുപോലെ എഴുതാം, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. അപ്പൊ യൂണിറ്റ് എന്താണോ അതിനനുസരിച്ച് 10ന്റെ പവർ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ IXX ആയി. ഇനി നമുക്ക് IYY കണ്ടുപിടിക്കണം അല്ലെ. IYY കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് നോക്കിയേ. നമ്മുടെ ഇതാണ് ഫ്ലാഞ്ച് പോർഷൻ, ഇതാണ് വെബ് പോർഷൻ, ഇതാണ് താഴെയുള്ള ഫ്ലാഞ്ച് പോർഷൻ. ഈ YY ആക്സിസ് ഈ ഫിഗറിന്റെ എല്ലാ ഭാഗത്തുകൂടിയും കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഫ്ലാഞ്ചിലൂടെ പോകുന്നുണ്ട്, വെബിലൂടെ പോകുന്നുണ്ട്, താഴെയുള്ള ഫ്ലാഞ്ചിലൂടെയും പോകുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? IYY. IXX അങ്ങനെ ആയിരുന്നില്ല. ഓക്കെ, IXX അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തത്. YY ആക്സിസ് എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തുകൂടിയും കടന്നു പോകുന്നുണ്ട്. സോ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുക. ഇതിന്റെ മൊമെന്റ് ഓഫ് ഈ ഒരു പോർഷന്റെ മുകളിലുള്ള ഈ റെക്ടാങ്കിൾ പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ഈ താഴെയുള്ള റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ഈ ഏറ്റവും താഴെയുള്ള ഭാഗത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഈ മുകളിലെ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് IYY1. രണ്ടാമത്തെ ഈ പോർഷന്റെ ഒരു റെക്ടാങ്കിൾ പോർഷൻ ആക്കുകയാണെങ്കിൽ അത് IYY2. ഇതൊരു റെക്ടാങ്കിൾ പോർഷൻ ആക്കുകയാണെങ്കിൽ ഇത് IYY3. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സിഗ്മ 1/12 ഇൻറ്റു DI BI³ എന്ന് എഴുതാം അല്ലെ. YY ആക്സിസ് ആയതുകൊണ്ടാണ് DB³ എന്നായത്. അത് മാറിപ്പോകരുത് കേട്ടോ. XX ആകുമ്പോൾ BD³ ആണ്. YY ആക്സിസ് നമ്മൾ എടുക്കുന്നെങ്കിൽ DB³ ആയി മാറും ഇക്വേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? 1/12 ഇൻറ്റു 20 ഇൻറ്റു 60³. ഓക്കെ, 20 ഇൻറ്റു 60³ ഈ റെക്ടാങ്കിളിന്റെ ആയി. ഇനി ഈ ഒരു ഇതിന്റെ 80 ഇൻറ്റു 20³ 80 ഇൻറ്റു 20³ അല്ലല്ലോ. YY ആക്സിസ് അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ശരിയാണ്. ഞാൻ തിരിച്ച് ചിന്തിച്ചു. അതായത് YY ആക്സിസ് ആണ്
സോ y ആക്സിസ് ആകുമ്പോൾ ഡി ബി ക്യൂബ് ആണ് അല്ലെ, ഡി ബി ക്യൂബ് ആണ്. അപ്പോ 80 into 20 ക്യൂബ് പ്ലസ് മൂന്നാമത്തെ റെക്ടാങ്കിൾ ഉണ്ട്, ഇതാണ് മൂന്നാമത്തെ റെക്ടാങ്കിൾ 60 20 into 60 ക്യൂബ്. ഓക്കെ, 20 into 60 ക്യൂബ്. അത് ചെയ്യുമ്പോൾ നമുക്ക് IYY എന്നുള്ള ആൻസറും കൂടെ നമുക്ക് കിട്ടും. 77 into 10⁴ mm⁴. അപ്പൊ ഇങ്ങനെയാണ്, ഇങ്ങനൊരു സിമെട്രിക്കൽ ആയിട്ടൊരു ഫിഗർ തരുന്നതെങ്കിൽ എളുപ്പമാണ് കാര്യം കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് തരുന്ന ചോദ്യം ശ്രദ്ധിക്കണം, സിമെട്രിക്കൽ ആയിക്കോളണം എന്നില്ല. ക്ലിയർ ആണോ ഈ പ്രോബ്ലം? നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമാണ് എ ബാർ ഓഫ് ടി സെക്ഷൻ. നേരത്തെ ഐ സെക്ഷൻ ആയിരുന്നു, ഇപ്പൊ ടി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഫ്ലാഞ്ച് 50 mm wide and 10 mm thick. The web is 80 mm deep and 10 mm thick. Find the moment of inertia of the section about a line parallel to its flange and about a line passing through the centroids of flange and web. അപ്പൊ ഏതൊക്കെ കണ്ടുപിടിക്കണം എന്ന് ആദ്യം തീരുമാനിക്കാം. ടി സെക്ഷൻ ആണ് തന്നിട്ടുള്ളത്, അപ്പൊ ഫിഗർ ഇതാണ്. ടി സെക്ഷൻ ആണ് തന്നിട്ടുള്ളത്, ഫിഗർ ഇങ്ങനെയായിട്ട് വരും. അപ്പൊ ഫ്ലാഞ്ച് 50ഉം 10ഉം ആണ്, അത് 50 10 ഇവിടെ മാർക്ക് ചെയ്തു. വെബ് എന്ന് പറയുന്നത് 80 ആണ്, ഡെപ്ത് 80 ആണ്, തിക്നെസ് 10 ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സെക്ഷൻ അബൌട്ട് എ ലൈൻ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സെക്ഷൻ അബൌട്ട് എ ലൈൻ പാരലൽ ടു ഇറ്റ്സ് ഫ്ലാഞ്ച്. ഫ്ലാഞ്ചിന് ഇതാണ് ഫ്ലാഞ്ച്, 50 മാർക്ക് ചെയ്തിട്ടില്ല, ആ ഭാഗമാണ് ഫ്ലാഞ്ച്. ഫ്ലാഞ്ചിന് പാരലൽ ആയിരിക്കണം. അതുപോലെ തന്നെ അബൌട്ട് എ ലൈൻ പാസിംഗ് ത്രൂ ദി സെൻട്രോയിഡ് ഓഫ് ഫ്ലാഞ്ച് ആൻഡ് വെബ്. ഫ്ലാഞ്ചിന്റെയും വെബിന്റെയും സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ലൈനുമായിരിക്കണം. സോ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതായത് IXXും IYYയും കണ്ടുപിടിക്കാം. അതായത് XX ത്രൂ സെൻട്രോയിഡ് ആൻഡ് പാരലൽ ടു ഫ്ലാഞ്ച്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സെക്ഷൻ അബൌട്ട് എ ലൈൻ പാരലൽ ടു ഇറ്റ്സ് ഫ്ലാഞ്ച്. ഫ്ലാഞ്ചിന് പാരലൽ ആയിട്ടുള്ള ലൈനിൽ കൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ IXX കണ്ടുപിടിക്കണം. അതുപോലെ ആൻഡ് എ ലൈൻ പാസിംഗ് ത്രൂ ദി സെൻട്രോയിഡ് ഓഫ് ഫ്ലാഞ്ച് ആൻഡ് വെബ്. ഫ്ലാഞ്ചിലൂടെയും വെബിലൂടെയും പോകുന്നത് ഏതാണ്? YY ആക്സിസ് ആണ്. XX എന്ന് പറയുമ്പോൾ വെബിലൂടെ മാത്രമേ പോകുന്നുള്ളൂ അല്ലെ. YY ആക്സിസ് ആണ് ഫ്ലാഞ്ചിലൂടെയും വെബിലൂടെയും പോകുന്നത്. സോ YY IXXും കണ്ടുപിടിക്കണം, IYYയും കണ്ടുപിടിക്കണം. ക്ലിയർ ആയില്ലേ? ഇനി നോക്കുക, നമ്മുടെ ഫിഗർ ഇതാണ് അല്ലെ. നമ്മുടെ ഫിഗർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? IXX കണ്ടുപിടിക്കാം. IXX കണ്ടുപിടിക്കാനായിട്ട് ഇതാണ് നമ്മുടെ XX ആക്സിസ്. ഇതിന് ഞാൻ പേര് കൊടുത്തു AB എന്ന് പേര് കൊടുത്തു. ക്ലിയർ ആയോ? ഈ ടോപ്പ് പോർഷനിൽ ഞാൻ ഇതിനെ ഇവിടെ A എന്നും ഇത് B എന്നും പേര് കൊടുത്തു. എന്നിട്ട് AB എന്ന ആക്സിസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടായിരിക്കല്ലോ AB. ഈ ABനെ നമ്മൾ റെഫറൻസ് ആക്സിസ് ആക്കിയിട്ട് എടുത്തു. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് IXX ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ അതിന് പാരലൽ ആയിട്ട് ഒരു AB എന്ന ആക്സിസ് കൺസിഡർ ചെയ്തു. അപ്പൊ ഈ ABയും XXും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് y ബാർ. ABയും XXും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് y ബാർ എന്ന് പറയുന്നത്. അപ്പോ ആദ്യം നമ്മൾ y ബാർ കണ്ടുപിടിക്കണം. എന്നിട്ട് IAB കണ്ടുപിടിച്ച് IAB നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഫിഗർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് IAB ഒക്കെ കണ്ടുപിടിക്കണം, y ബാർ കണ്ടുപിടിക്കണം, എന്നിട്ട് IXX കണ്ടുപിടിക്കണം. എങ്ങനെ? നമ്മുടെ പാരലൽ ആക്സിസ് തിയറം ഇല്ലേ, അത് യൂസ് ചെയ്തിട്ട് വേണം പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യണം. പാരലൽ ആക്സിസ് തിയറം എന്തായിരുന്നു? IAB is equal to IXX plus AY² ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഡിസ്റ്റൻസ് എന്താണ്? AB എന്നുള്ള ലൈനും നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താ? y ബാർ സ്ക്വയർ ആണ്. അപ്പൊ y ബാർ സ്ക്വയർ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ അറിയാലോ. y ബാർ എന്ന് പറയുന്നത് സെൻട്രോയിഡ് അല്ലേ. A1 y1 plus A2 y2 divided by A1 plus A2 ചെയ്താൽ y ബാർ കിട്ടും.
IXX ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഏരിയ. ഈ ഒരു ഫിഗറിന്റെ ഏരിയ കാണാ, ഈ ഒരു ഫിഗറിന്റെ ഏരിയ കാണാ, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ ആയി അല്ലെ. പിന്നെ IAB എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. IAB ബേസിലൂടെ പോകുന്നതാണ് അല്ലെ, അത് വെച്ച് നമുക്ക് IAB കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്ന് നമുക്ക് ഒരു ടേബിൾ ആക്കി, അപ്പൊ AB ആണ് റെഫറൻസ് ലൈൻ എന്ന് ഓർത്ത് വെക്കുക. AB ആണ് റെഫറൻസ് ലൈൻ എന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഫിഗർ പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. കണ്ടോ, ഈ ഫിഗറിനെ ഞാൻ രണ്ടാക്കി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇത് ഒന്നാമത്തെ ഫിഗറും ഇത് രണ്ടാമത്തെ ഫിഗർ ആയിട്ടും എടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫിഗറിന്റെ ഏരിയ എത്ര വരും? 50 × 10, 50 × 10 എന്ന് വരും അല്ലെ. ഇനി അതിന്റെ വൈ ഡിസ്റ്റൻസോ, അതായത് അതിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്. AB ആണ് റെഫറൻസ് ലൈൻ എന്ന് മറക്കരുത്. അപ്പൊ AB യിൽ നിന്ന് വേണം മെഷർ ചെയ്യാനായിട്ട്. സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 10/2 വരും അല്ലെ, 5 വരും. അപ്പൊ Y1 ആയി, A1 ആയി. ഇനി രണ്ടാമത്തെ ഫിഗറിലേക്ക് വരും. A2 എന്ന് പറയുന്നത് 10 × 9, 10 × 80 അല്ലെ. അപ്പോൾ 10 × 80 നമുക്ക് ഏരിയ കിട്ടി. ഇനി അതിന്റെ വൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് AB യിൽ നിന്ന് വേണം മെഷർ ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയും എത്രയാ? 20 ആണ്, 10 ആണ് അല്ലെ. അപ്പൊ 10 പ്ലസ് ഇത് 80 ആണ്. അപ്പൊ 80യുടെ പകുതി അല്ലെ. അപ്പൊ 10 പ്ലസ് എത്ര വന്നു? 10 + 40 വന്നു അല്ലെ. ഞാൻ അവിടെ എഴുതി കാണിക്കാം, നോക്കുക. ഇത്രയും ഭാഗം നമുക്ക് ഇതാണ് വേണ്ടത്. ഈ 50 എന്ന് Y2 എന്ന് മാർക്ക് ചെയ്ത് കണ്ടില്ലേ. അപ്പൊ അതിലത് ഇത്രയും ഭാഗം നമുക്കറിയാം എത്രയാണ്. AB യിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത്രയും 10 ആണ്. ഓക്കെ, ഇനി റെക്ടാങ്കിളിന്റെ പകുതി വരെ നമുക്ക് വേണ്ടു. പകുതി എന്ന് പറയുന്നത് ഇത്രയാണ്. ഇത്രയും എന്ന് പറയുന്നത് ഇത് മുഴുവൻ 80 ആയതുകൊണ്ട് 80/2 ആയിരിക്കും. പകുതിയിലല്ലേ സെൻട്രോയിഡ് കിടക്കുക. അപ്പൊ നമ്മുടെ ആൻസർ എന്തായി? 10 + 40 ആണ് എന്ത്? Y2 എന്ന് വരിക. അതാണ് ഇവിടെ ഞാൻ 50 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടോ ടേബിളില്. ഇത് വന്നത് എങ്ങനെയാ? 10/2 ചെയ്തപ്പോഴാണ് വന്നത്. ഇത് വന്നതോ 10 + 80/2, 10 + 80/2. ഇവിടെ എഴുതി വൃത്തികളാക്കണോ? 10 + 80/2 ചെയ്തപ്പോഴാണ് Y2 കിട്ടിയത്. അപ്പൊ Y1 Y2 കണ്ടുപിടിച്ച് എങ്ങനെയാന്ന് ക്ലിയർ ആയല്ലോ. Y1 Y2 കണ്ടുപിടിച്ച് എങ്ങനെയാന്ന് ക്ലിയർ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പ് എന്താ? Y1 Y2 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? Y ബാർ കണ്ടുപിടിക്കണം അല്ലെ. Y ബാർ എങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? A1 Y1 plus A2 Y2, A1 Y1 plus A2 Y2 whole divided by A1 plus A2 എന്നാണ്. ഇതിനെ നമ്മൾ ചുരുക്കി എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ്? സിഗ്മ AI by I whole divided by സിഗ്മ A അല്ലെ, ഇങ്ങനെയും പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ A1 ആയി, A2 ആയി. അപ്പൊ അതിന്റെ ടോട്ടൽ കണ്ടുപിടിച്ചു. സിഗ്മ A നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു 1300. ഇനി ഏരിയന്റെ Y ഉണ്ട്. അപ്പൊ ഇത് എന്ന് പറയുന്നത് A1 Y1 ആണ് അല്ലെ. ഇത് A2 Y2 ആണ്. സോ സിഗ്മ AY എന്ന് പറയുന്നത് ഇതിന്റെ സമ്മാണ്. അപ്പൊ നമുക്ക് Y ബാർ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? Y ബാർ കാണാനായിട്ട് സിഗ്മ AY ഡിവൈഡഡ് ബൈ സിഗ്മ A എന്ന് ചെയ്താൽ മതി. സിഗ്മ AY ഡിവൈഡഡ് ബൈ സിഗ്മ A എന്ന് ചെയ്താൽ മതി. നമുക്ക് ചെയ്യാം, നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? IAB കണ്ടുപിടിക്കണം അല്ലെ. AB ആണ് നമ്മുടെ റെഫറൻസ് ആക്സിസ്. അപ്പോ ഈ ഫസ്റ്റ് ഫിഗറിന്റെ കേസിൽ, ഇതാണ് ഒന്നാമത്തെ ഫിഗർ, ഈ ഫിഗറിന്റെ കേസിൽ IAB കണ്ടുപിടിക്കണം. അപ്പൊ ഇതില് IAB കണ്ടുപിടിക്കാനായിട്ട് AB എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റെക്ടാങ്കിൾ അല്ലെ. ഇതാണ് നമ്മുടെ റെക്ടാങ്കിൾ. ഇതാണ് AB എന്ന ആക്സിസ്. ഇതാണ് നമ്മുടെ AB എന്ന ആക്സിസ്, യെല്ലോ കളറിൽ കാണുന്നത്. ഇത് AB. ഇത് ഈ റെക്ടാങ്കിളിനെ സംബന്ധിച്ച് എന്ത് ആക്സിസാ? ബേസിലൂടെ പോകുന്ന ആക്സിസ് ആണ് അല്ലെ. ഈ റെക്ടാങ്കിളിനെ സംബന്ധിച്ച് ഇത് ഏതിലൂടെയാണ് പോകുന്നത്? ബേസിലൂടെയാണ് പോകുന്നത്. സോ ഇതിന്റെ IAB എന്തെന്ന് നമുക്ക് എഴുതാം. IAB നമുക്ക് എങ്ങനെ എഴുതാം? ബേസിലൂടെയുള്ള
moment of inertia in case of rectangle is equal to BD cube by 12. കണ്ടോ, അങ്ങനെയാണ് ഇവിടെ നമ്മൾ BD cube by 3 BD cube by 3 12 അല്ല 3 ആണ്, തെറ്റിപ്പറഞ്ഞാണ് 3. ഓക്കെ, BD cube by 3. അങ്ങനെയാണ് നമ്മളോട് BD cube by 3 ചെയ്തത്. അപ്പൊ ബി എത്രയാ 50, ഡി എത്രയാ 10, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആൻസർ കിട്ടും. ഞാൻ എഴുതിയിട്ടില്ല അല്ലെ, ഇവിടെ ഒരു ആൻസർ വരും. എത്ര ആൻസർ വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. വരുന്നത് 1.67 into 10⁴. 1.67 into 10⁴ എന്നാണ് വരിക കേട്ടോ. 1.67 into 10⁴ ആണോ വന്നത്? ഓക്കെ, അപ്പൊ നമ്മള് ഒന്നാമത്തെ ഫിഗറിന്റെ IAB കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? രണ്ടാമത്തെ ഫിഗറിന്റെ IAB കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഫിഗറിന്റെ IAB നോക്കൂ. രണ്ടാമത്തെ ഫിഗർ കിടക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ, ഇത് 10, ഇത് 80. ഈ ഒരു രീതിയിലാണ് നമ്മുടെ കിടക്കുന്നത്. പിന്നെ ഈ ഡിസ്റ്റൻസ് ഇതാണ് നമ്മുടെ AB എന്ന് പറയുന്ന ആക്സിസ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്നത് IAB ആണ് അല്ലെ. അതായത് ഇതാണ് നമ്മുടെ സെൻട്രോയിഡിലുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയാലോ. എത്രയാണ്? കണ്ടുപിടിച്ചല്ലോ അപ്പോ 50. ഓക്കെ, നമുക്ക് IAB ആണ് വേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കുക? റെക്ടാങ്കിളിന്റെ കേസിൽ സെൻട്രോയിഡിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം. എത്രയാ? റെക്ടാങ്കിളിന്റെ കേസിൽ സെൻട്രോയിഡിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് BD ക്യൂബ് ബൈ 12 ആണ് അല്ലെ. BD ക്യൂബ് ബൈ 12 ആണ് റെക്ടാങ്കിളിന്റെ കേസിൽ സെൻട്രോയിഡിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. BD ക്യൂബ് ബൈ 12. പക്ഷെ നമുക്ക് വേണ്ടത് IAB അല്ലേ. പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്താൽ മതി അല്ലേ. നമുക്ക് വേണ്ടത് IAB ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? പാരലൽ ആക്സിസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? IAB കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? IAB is equal to IXX plus A എന്ന് പറയുന്നത് ഏതാ? ഇതിന്റെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മള് ഏത് വേണം? ഈ ഒരു പോർഷന്റെ വേണം A കാണാനായിട്ട്. ഈ ഒരു പോർഷന്റെ മാത്രം കംപ്ലീറ്റ് ഫിഗർ എടുക്കരുത്. നമുക്ക് ഈ ഒരു റെക്ടാങ്കിളിന്റെ കേസ് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. സോ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ മാത്രം ഇൻറ്റു y. നമ്മൾ ഈ ഡിസ്റ്റൻസ് y2 എന്നാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് മാത്രം y2 സ്ക്വയർ. ഓക്കെ, അപ്പൊ IXX നമുക്കറിയാം എത്രയാണ്? IXX നമുക്കറിയാം എത്രയായിരുന്നു? BD ക്യൂബ് ബൈ 12. BD ക്യൂബ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ടേബിളിൽ കാണാനായിട്ട് പറ്റും. BD ക്യൂബ് ബൈ 12. അപ്പൊ B എത്രയാണ്? 50. D എത്രയാണ്? 10. ഇത് 10 ക്യൂബ് ആണ് കേട്ടോ. 10 ക്യൂബ് ഡിവൈഡഡ് ബൈ 12. 50 into 10 ക്യൂബ് ബൈ 12 പ്ലസ് ഏരിയ വേണം. ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയാണ്? ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ 80 into 10 ആയിരിക്കും അല്ലെ. ഏരിയ എന്ന് പറഞ്ഞാൽ 80 into 10. അപ്പൊ അത്ര എഴുതി. 80 into 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 80 into 10 into y2 സ്ക്വയർ. നമുക്കറിയാം y2 നമ്മൾ കണ്ടുപിടിച്ചിട്ട് 50 സ്ക്വയർ. അപ്പൊ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. ക്ലിയർ ആയോ? അപ്പോ ഒന്നാമത്തെ ഫിഗറിന്റെ IAB കണ്ടുപിടിച്ചു, രണ്ടാമത്തെ ഫിഗറിന്റെ IAB കണ്ടുപിടിച്ചു. ഇനി അപ്പൊ ഈ ടോട്ടൽ ഫിഗറിന്റെ IAB കാണാൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ഫിഗറിന്റെ IAB പ്ലസ് രണ്ടാമത്തെ ഫിഗറിന്റെ IAB ചെയ്താൽ മതി. അതുകൊണ്ടാണ് സിഗ്മ IAB നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചത്. ഈ ഒരു വാല്യൂ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ 1.67 into 10⁴ അല്ലേ. 1.67 into 10⁴. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 244.34 into 10⁴ എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആയോ? ഇവിടെ ഒരു കറക്ഷൻ ഉണ്ടല്ലോ. BD ക്യൂബ് ബൈ 12 ഞാൻ തിരുത്തി എഴുതിയിരിക്കുന്നത്. ഇത് 80 ആണ്. നിങ്ങൾ ഇങ്ങനെ ക്ലിയർ ചെയ്യണം കേട്ടോ. ഇവിടെ നിന്ന് വരാം
BD/12 അല്ലേ? P എത്രയാ? 10 into 80³ വരും. 10 into 80³/12. BD/12. ഈ ഒരു കേസിന്റെ BD³ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 into, അവിടെ തെറ്റിയതാണ് കേട്ടോ, ഞാൻ PPT തരുമ്പോൾ ശരിയാക്കാൻ നോക്കാം. 10 into 80³/12 ആണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. കറക്റ്റ് ചെയ്യാം കേട്ടോ, ഈ വാല്യൂ ഇട്ട് എഴുതാം. ഇൻറ്റു A into y bar square. അങ്ങനെയാണ് നമുക്ക് ഈ ആൻസർ വരുന്നത്. ക്ലിയർ? അതൊന്നും ഞാൻ നോട്ട് ചെയ്യട്ടെ കേട്ടോ, മറന്നു. അപ്പൊ നമുക്ക് സിഗ്മ IAB കിട്ടി. നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് IXXും IYYയും ആണല്ലോ. അപ്പൊ IXXും IYYയും കാണാനായിട്ട് IAB കിട്ടി. മൊത്തം ഫിഗർ കൺസിഡർ ചെയ്യുമ്പോൾ IAB കിട്ടി. ഇനി IXXിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പാരലൽ ആക്സിസ് തിയറം എടുത്താൽ പോരെ? ഓക്കെ. അപ്പൊ ലെറ്റ് y bar be the distance of centroid from AB. ആ ഫിഗർ എങ്ങനെയായിരുന്നു? y bar നമുക്കറിയാം, സിഗ്മ AY സിഗ്മ A ചെയ്ത് കഴിഞ്ഞാൽ y bar കിട്ടും അല്ലെ? ബൈ പാരലൽ ആക്സിസ് തിയറം IAB is equal to IXX plus AY bar. ഇത് y bar ആണ്. y bar എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. y bar ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് y bar ആണ്. y bar. അപ്പൊ IXX is equal to IAB minus AY bar square എന്ന് വരും. ഓക്കെ. IAB നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ? സിഗ്മ IAB ടേബിളിൽ കണ്ടുപിടിച്ചു മൊത്തം ഫിഗറിന്റെ IAB. അത് IAB, അതാണ് ഈ വാല്യൂ. മൈനസ് A എന്ന് പറയുന്നത് A1 plus A2. നമ്മൾ സിഗ്മ A കണ്ടുപിടിച്ചിട്ടുണ്ടാവും. A1 plus A2 അല്ലെങ്കിൽ നമ്മൾ സിഗ്മ A കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ടോട്ടൽ ഫിഗറിന്റെ ഏരിയ ഇൻറ്റു y bar സ്ക്വയർ. y bar നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു 32.7. അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ. IXX കിട്ടും. ഇനി നമ്മൾ വേണ്ടത് IYY കണ്ടുപിടിക്കണം നമുക്ക് അല്ലെ? IYY എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? നേരത്തെ നമ്മൾ ചെയ്ത പോലെ നമ്മുടെ ഫിഗർ എങ്ങനെയാ? ഇതാണ് നമ്മുടെ ഫിഗർ അല്ലെ? ഈ IYY എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫ്ലാഞ്ച് പോർഷൻ അല്ലെ? ഈ പോർഷനാണ് ഫ്ലാഞ്ച്, ഇതാണ് വെബ് പോർഷൻ. അപ്പൊ ഈ ഫ്ലാഞ്ചിലൂടെയും വെബ് പോർഷനിലൂടെയും YY ആക്സിസ് കടന്നു പോകുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IYY കാണാനായിട്ട് നമ്മൾ എന്താ നേരത്തെ ചെയ്തത്? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ ഫിഗറിന്റെ IYY കണ്ടുപിടിക്കുക, രണ്ടാമത്തെ ഫിഗറിന്റെ IYY കണ്ടുപിടിക്കുക, എന്നിട്ട് ആഡ് ചെയ്ത് വെക്കുക. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നോക്കാം. YY passes through the centroid of 1 and 2. So we have IYY is equal to IYY1 plus IYY2. അതായത് D1 B1 ക്യൂബ് പ്ലസ് 1/12 into D2 B2 ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IYY കിട്ടും. അപ്പൊ IXXും IYYയും എങ്ങനെയാ ലൊക്കേറ്റ് ചെയ്തതെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. IXX എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യേണ്ടി വന്നു. YY ആക്സിസ് നമ്മുടെ രണ്ട് ഭാഗത്തൂടെയും ഫ്ലാഞ്ചിലൂടെയും പോകുന്നുണ്ട്, വെബിലൂടെയും പോകുന്നുണ്ട്. സോ IYY രണ്ട് ഫിഗറിന്റെയും IYY കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനത്തെ ട്രിക്കുകൾ ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ മറ്റേ സാധാരണ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ചെയ്യാം, പക്ഷെ സെയിം ആൻസർ അവർ വെറുതെ എന്തിനാ വിടുന്നത്? അപ്പൊ ഇങ്ങനത്തെ ട്രിക്കുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. എപ്പോഴാണ് നമ്മൾ ഷോർട്ട് കട്ട് ഈ രീതിയിൽ ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ഇത് നമ്മുടെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ഷോൺ ഇൻ ഫിഗർ RSJ. അതൊക്കെ നിങ്ങൾ ഡിസൈനിന്റെ ആ ഭാഗത്ത് നമ്മൾ ഡിസൈനിൽ യൂസ് ചെയ്യുന്ന സെക്ഷൻസിൽ വരുന്നതാണ് RSJ എന്നൊക്കെ. അതൊന്നും കേട്ട് പേടിക്കേണ്ട, നിങ്ങൾക്ക് ഫിഗർ തരും. ഐ സെക്ഷൻ പോലെ തന്നെയാണ്. റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ആണ്. അതിന് ടോപ്പ് ഫ്ലാഞ്ച്, ബോട്ടം ഫ്ലാഞ്ച്, വെബ്, അതിന്റെ എല്ലാ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ തന്നില്ലായിരുന്നോ? അതുപോലെ തന്നെ. പക്ഷെ നേരത്തെ നമുക്കൊരു മുകളിലും താഴെയും എങ്ങനെയായിരുന്നു? ഡയമെൻഷൻസ് സെയിം ആയിരുന്നു. ഇവിടെ ടോപ്പ് ഫ്ലാഞ്ച് 100/20 ആണെന്നുണ്ടെങ്കിൽ ബോട്ടം ഫ്ലാഞ്ച് 200/20 ആണ്. വ്യത്യാസമുണ്ട്. വെബ് 100/20 തന്നെ. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഫിഗർ 1, 2, 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കാം.
ഇതാണ് നമ്മുടെ ഫിഗർ. ആ ഫിഗറിനെ നമ്മൾ 1, 2, 3 ഡിവൈഡ് ചെയ്തിട്ട് താഴെയുള്ള ഇതുണ്ടല്ലോ, ഇതിന് നമ്മൾ എ ബി എന്ന പേര് കൊടുക്കുകയാണ്. ഈ ഒരു പോർഷന് ഇത് നമ്മുടെ എ ബി എന്ന ആക്സിസ് ആക്കി നമ്മൾ മാറ്റുകയാണ്. എന്നിട്ട് ഇതാണ് നമ്മുടെ റെഫറൻസ് ആക്കി എടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റെഫറൻസ് ആക്കി എടുക്കുന്നത്. നോക്കൂ, ഇതാ let the given section is divided into 3 as shown in figure. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് y bar is the distance of its center from reference line AB. മൊത്തം ഫിഗറിന്റെയാണ് പറയുന്നത്. മൊത്തം ഫിഗറിന്റെ സെൻട്രോയിഡിലേക്ക് എ ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് y bar എന്ന് പറയുന്നത്. അപ്പൊ y bar കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? y1, y2, y3 3 കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ അതാണ് ഇങ്ങനെ 3 ഫിഗർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. സിമ്പിൾ അല്ലേ? ഒന്നാമത്തെ ഫിഗർ 20, 100 ഡയമെൻഷൻ ആണ്. അതിന് എ ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് 130. എങ്ങനെയാ 130 കിട്ടിയത്? നമ്മുടെ തൊട്ട് മുമ്പുള്ള ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത് അല്ലെ. നോക്കൂ, 130 എങ്ങനെ കിട്ടിയെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സെൻട്രോയിഡ് അല്ലെ. ഇതിൽ നിന്ന് എ ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇതാണ് y1 എന്ന് പറയുന്നത്. y1 എത്രയാ വരിക? y1 ഇത് നമുക്കറിയാം, ഇത്രയും 20 ആണ്. ഇത്രയും 20 ആണ്. ഇത്രയും പോർഷൻ എത്രയാ? 100 ആണ്. ഇത്രയും 100 ആണ്. ഈ പോർഷൻ എത്രയാ? 100/20. അപ്പൊ ഇതും 20 ആണ്. അപ്പൊ ഇതിന്റെ പകുതി വരെ ഉള്ളത് മതിയില്ലേ? അതായത് ഇത്രയും ഭാഗം 10 ആണ്. അപ്പൊ y1 is equal to എത്ര വന്നു? താഴേന്ന് പോവാം. 20 പ്ലസ് ഇത്രയും ഭാഗം 100 പ്ലസ് ഇവിടെ 20/2 10. എത്ര വന്നു? 130 വന്നില്ലേ? 130. അങ്ങനെയാണ് y1 കണ്ടുപിടിച്ചത്. ക്ലിയർ ആയില്ലേ? ഇനി a1 കണ്ടുപിടിക്കാനൊന്നുമില്ല. ഈ ഡയമെൻഷൻ 100/20 ചെയ്ത് കഴിഞ്ഞാൽ a1 ആയി. ഓക്കെ, അപ്പൊ a1 ആയി, y1 ആയി നമ്മുടെ കാൽക്കുലേഷനിൽ. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കൂ. a2 നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. 100/20 ചെയ്താൽ മതി. ഇതാണ് a2 അല്ലെ. നമുക്ക് വേണ്ടത് y2 ആണ്. അതായത് ഇതിന്റെ സെന്ററിലേക്കുള്ള എ ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? y2 എന്ന് പറയുന്നത്. y2 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? y2 നോക്കിയേ, ഇത്രയും ഡിസ്റ്റൻസ് എത്രയാ? 20 പ്ലസ് ഈ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് 100. അപ്പൊ 100 മൊത്തം വേണോ? വേണ്ട, 100ന്റെ പകുതി മതി. 100/2 സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ. സോ 100/2 50 ആണ്. 50 പ്ലസ് 20 ആൻസർ എത്ര വന്നു? y2 70 വന്നു. ക്ലിയർ? ഇനി നമുക്ക് വേണ്ടത് y3 ആണ്. ഇതിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. സിമ്പിൾ അല്ലേ? എത്രയാ? 20/2. എത്രയാണ് ആൻസർ? 20/2 ദാറ്റ് ഈസ് 10. അപ്പൊ y3 എന്ന് പറയുന്നത് 10 ആണ് നമുക്ക് കിട്ടി. അപ്പോ a1 y1, a2 y2, a3 y3 ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. a1 y1, a2 y2, a3 y3. ഇനി നമ്മൾ ടേബുലർ ഫോമിലേക്ക് മാറ്റുകയാണ്. ടേബുലർ ഫോമിലേക്ക് മാറ്റുമ്പോൾ a1, a2, a3, y1, y2, y3 ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. സോ a1 y1 ഇതെന്ന് പറയുന്നത് എന്താണ്? a1 y1, ഇത് a2 y2, ഇത് എന്ന് പറയുന്നത് a1 y1 അല്ലെ. ഇത് a2 y2, ഇത് a3 y3. അതിന്റെ സമ്മാണിത്. ഓക്കെ, ഇത് ടോട്ടൽ ഏരിയയുടെ സം. ഇനി നമ്മുടെ ഫിഗർ എങ്ങനെയാണെന്ന് നോക്കൂ. ഇനി നമ്മുടെ ഫിഗർ ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഫിഗർ. നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് എ ബി. ഇതാണ് നമ്മുടെ റെഫറൻസ് ആക്സിസ് ആക്കി നമ്മൾ എടുത്തിട്ടുള്ളത്. എ ബി, ഇത് ബി, ഇത് എ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കേണ്ടത് സെൻട്രോയിഡൽ ആക്സിസ് xx, ix മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. പറഞ്ഞിട്ടുണ്ട് about its centroidal axis ixx മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. അപ്പൊ xx ആക്സിസ് കിടക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് y ബാർ എന്ന് ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് y ബാർ. അപ്പൊ എ ബി റെഫറൻസ് ആക്സിസ് ആണ്. നമുക്ക് എ ബിനെ റെഫറൻസ് ആക്സിസ് ആക്കി നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നെക്സ്റ്റ് ഫിഗറിൽ നോക്കൂ, ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇതാണ് എ ബി. അപ്പൊ എല്ലാ ഫിഗറിലേക്കുള്ള ഐ എ ബി കണ്ടുപിടിക്കണം.
ഓക്കെ, ഒന്നാമത്തെ ഫിഗറിലേക്കും രണ്ടാമത്തെ ഫിഗറിലേക്കും മൂന്നാമത്തെ ഫിഗറിലേക്കുള്ള IAB കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിലേക്കുള്ള IAB എത്രയായിരിക്കും? ഒന്നാമത്തെ ഫിഗറിലേക്കുള്ള IAB എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കിടക്കുന്നത്? ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ്, ബേസിലൂടെ ഒന്നല്ല പോകുന്നത്, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് AB എന്നുള്ള ആക്സിസ് കിടക്കുന്നത് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാരലൽ ആക്സിസ് തിയറം അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. നോക്കുക, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫിഗർ അല്ലെ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫിഗർ. അങ്ങോട്ട് നമ്മൾ IAB കൊടുക്കാൻ പോവാണ്. നോക്കൂ, നമ്മൾ ഈ ഒന്നാമത്തെ ഫിഗറിന്റെ IAB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യുക അല്ലെ? എങ്ങനെയാ? IXX പ്ലസ് A ഇൻറ്റു അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? y1 സ്ക്വയർ ചെയ്യാം. ഓക്കെ, അപ്പൊ IXX നമുക്ക് അറിയാലോ. എത്രയാണ് IXX? എത്രയാ? BD ക്യൂബ് ബൈ 12. BD ക്യൂബ് ബൈ 12. ഇങ്ങനെ എഴുതുക കണ്ട് പേടിക്കണ്ട കേട്ടോ, ടേബിളിലുണ്ട്. ഞാൻ ജസ്റ്റ് അതിന് മുന്നേ ഡിസ്ക്രൈബ് ചെയ്യണമെന്നേ ഉള്ളൂ. പ്ലസ് ഏരിയ എത്രയാ? 100 ഇൻറ്റു 20. 100 ഇൻറ്റു 20 ഇൻറ്റു y1 സ്ക്വയർ. y1 എത്രയാ? 130 സ്ക്വയർ. ക്ലിയർ ആയോ? അപ്പൊ ഒന്നാമത്തെ ഫിഗറിന്റെ IAB കണ്ടുപിടിക്കണത് എങ്ങനെയാന്ന് ക്ലിയർ ആയില്ലേ? കാരണം അത് ബേസിലൂടെ ഒന്നല്ല പോകുന്നത്. ഇതാണ് അതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് അല്ലെ? ഇതാണ് അതിന്റെ IXX. ഈ ഫിഗറിന്റെ IXX എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ഇതാണ് അതിന്റെ IXX എന്ന് പറയുന്നത്. X. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇത്രയും ഡിസ്റ്റൻസിൽ കിടക്കുന്ന ആക്സിസിന്റെയാ. സോ പാരലൽ ആക്സിസ് തിയറം കൊടുക്കാനേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഇതിന്റെ ഈ IXXലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് BD ക്യൂബ് ബൈ 12 ആണ്. പ്ലസ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 100 ഇൻറ്റു 20 ആണ്. ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അല്ലെ? സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്. കൺസിഡർ ചെയ്യുന്ന ആക്സിസ് AB ആണ്. സോ ഡിസ്റ്റൻസ് y1 സ്ക്വയർ ആണ്. നമ്മുടെ ഡിസ്റ്റൻസ് 130 സ്ക്വയർ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഫിഗറിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ടേബിളിൽ എഴുതിയിട്ടുള്ളത്. നോക്കുക, BD ക്യൂബ് ബൈ 12 പ്ലസ് AY സ്ക്വയർ. BD ക്യൂബ് ബൈ 12 പ്ലസ് AY സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കിയേ. രണ്ടാമത്തെ ഫിഗറിന്റെ കേസിൽ നമ്മുടെ XX ആക്സിസ് ഇതാണ്. XX ആക്സിസ് ഇതാ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് IAB തന്നെയാണ് ഇവിടെയും. അപ്പൊ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം അല്ലെ? എന്ത് വരും? IXX പ്ലസ് A, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? by2. A by 2 സ്ക്വയർ. ക്ലിയർ ആയോ? IXX എത്രയാണ്? BD ക്യൂബ് ബൈ 12. B യും D യും ഈ ഫിഗറിന്റെ B യും D യും എടുക്കണം. BD ക്യൂബ് ബൈ 12. പിന്നെ ഈ ഫിഗറിന്റെ ഏരിയ എടുക്കണം. പിന്നെ ഈ by2 എന്നുള്ള ഈ 70 എന്നുള്ള ഡിസ്റ്റൻസും വേണം എടുക്കാനായിട്ട്. ക്ലിയർ ആയില്ലേ? ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കിയേ. മൂന്നാമത്തെ ഫിഗറിന്റെ സെന്റർ ഇതാണ്. കണ്ടുപിടിക്കേണ്ടത് IAB ആണ്. പക്ഷെ മൂന്നാമത്തെ ഫിഗറിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫിഗർ. മൂന്നാമത്തെ ഫിഗറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇതാണ് AB അല്ലെ? ഈ AB എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? ആക്സിസ് ത്രൂ ബേസ് ആണ്. സോ നമുക്ക് എന്ത് കൊടുത്താൽ മതി? പാരലൽ ആക്സിസ് ഒന്നും കൊടുക്കണ്ട, നമുക്ക് ഡയറക്റ്റ് വാല്യൂ അറിയാം അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. BD ക്യൂബ് ബൈ 3 ചെയ്താൽ മതി മൂന്നാമത്തെ കേസിൽ മാത്രം. ക്ലിയർ ആയോ പറഞ്ഞത്? അങ്ങനെയാണ് ഓരോ ഫിഗറിന്റെയും IAB നമ്മൾ ഈ ടേബിളിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഏരിയ കിട്ടണത് എങ്ങനെയാ, Y കിട്ടണത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞു, IAB കിട്ടണതും പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മൾ ടോട്ടൽ IABയും കൂടെ കണ്ടുപിടിച്ച് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് IXX ആ കാണേണ്ടത്. അപ്പൊ Y ബാർ അറിയണം. സിഗ്മ AY ബൈ സിഗ്മ A ചെയ്യുമ്പോൾ നമുക്ക് Y ബാർ കിട്ടും. ഇത് 10⁴ ആണ് അല്ലെ?
ഇത് 10⁴ ആണ്. ഞാൻ ചെയ്തതാണ്, ചിലപ്പോൾ മാറിപ്പോകുന്നത് കേട്ടോ. 10⁴ ആണ്. അപ്പൊ നമുക്ക് ആൻസർ 55 mm എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ പാരലൽ ആക്സസ് തിയറം നമ്മൾ എന്ത് ചെയ്തു? IAB = IXX + AY bar square. എന്നിട്ട് നമ്മൾ IXX കണ്ടുപിടിച്ചു. IAB - AY bar square ചെയ്തപ്പോൾ നമുക്ക് IXX കിട്ടി. നമ്മുടെ അടുത്ത് IXX കണ്ടുപിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആയോ? IYY കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. IYY1 + IYY2 + IYY3. കാരണം നമ്മുടെ ഫിഗർ എങ്ങനെയാ? ഒരു I സെക്ഷൻ ആണ് അല്ലെ? ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ കിടക്കുന്നത്. സോ അത് വെബിലൂടെയും ഫ്ലാൻസിലൂടെയും ഒക്കെ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ YY ആക്സിസ് വരിക. YY. സോ എന്തായാലും ഒന്നാമത്തെ ഫിഗറിന്റെ IYY, രണ്ടാമത്തെ ഫിഗറിന്റെ IYY, മൂന്നാമത്തെ ഫിഗറിന്റെ IYY ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടും? IYY കിട്ടും. അത് പ്രത്യേകം പറയാതിരുന്നതാ, കാരണം ഇതാണല്ലോ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലം ഇതാണ്. Find the moment of inertia about centroidal axis of channel 200 mm with flange thickness 15 mm and web thickness 10 mm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെൻട്രോയിഡൽ ആക്സസ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? IXX കാണണം, IYY കാണണം. കാരണം പ്ലൂറൽ ആണ്, ആക്സസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് നമ്മൾ മൈൻഡ് ചെയ്യണം. നമ്മൾ IXX കാണണം, അതുപോലെ തന്നെ IYY കാണണം. ഓക്കെ, അപ്പോ നോക്കുക, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ. ഇതാണ് ഒരു C സെക്ഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലെ? ഇതിന്റെ എല്ലാ ഡയമെൻഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് IXX-ഉം IYY-ഉം ആണ്. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ കണ്ടുപിടിക്കാനായിട്ട് XX ആക്സിസ് എടുത്ത് നോക്കൂ. XX ആക്സിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദിസ് വൺ ഈസ് സിമെട്രിക്കൽ ആണ്. XX ആക്സിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് മുകളിലേക്കും താഴേക്കും സിമെട്രി ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു ഹോളോ സെക്ഷന്റെ പകുതിയാണ് അല്ലെ? ഒരു ഹോളോ സെക്ഷൻ ആയിട്ട് തോന്നുന്നില്ലേ? ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ. അപ്പോ ക്യാപിറ്റൽ B = 100, ക്യാപിറ്റൽ D = 200, സ്മോൾ b = ഇവിടെ 10 പോയി അല്ലെ? അപ്പൊ 100 - 10 90 കിട്ടി. ആൻഡ് സ്മോൾ d = 200 - 10 2 10 പോകും. ഇവിടെ ഒരു 15, ഇവിടെ ഒരു 15 ഉണ്ട്, ഇവിടെ ഒരു 15 ഉണ്ട്. അപ്പോൾ 200 - 30 170 വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IXX = 1/12 ഇൻറ്റു വലുതിൽ നിന്ന് ചെറുത്. ഇത് ഹോളോ സെക്ഷൻ പോലെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ, മാത്രമല്ല സിമ്മട്രി ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. VD വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് നമുക്ക് IXX-ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിന് സിമ്മട്രി ഉള്ളത് കൊണ്ട് ക്ലിയർ. IXX നമ്മൾ കണ്ടുപിടിച്ചു. ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ കണ്ടുപിടിക്കുന്നത് പോലെ നമ്മൾ വലിയ റെക്ടാങ്കിളായി കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്ന് ഈ ചെറിയൊരു റെക്ടാങ്കിൾ, ഈ ഒരു പോർഷൻ, ഇത്രയും പോർഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? IXX വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നോക്കുക, നമുക്ക് IYY കണ്ടുപിടിക്കണം. IYY കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടേബിൾ ഉണ്ടാക്കി. അപ്പൊ ഇവിടെ നമുക്ക് 1 2 3 എന്ന് പറഞ്ഞ് നമ്മൾ ഫിഗർ കാണിച്ചിട്ടുണ്ട്. നോക്കുക ഇതിന്റെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഫിഗർ, ഇത് രണ്ടാമത്തെ ഫിഗർ, ഇത് മൂന്നാമത്തെ ഫിഗർ. ഇങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 3 ഫിഗർ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. അപ്പൊ നമ്മുടെ റെഫറൻസ് ആക്സിസ് എന്ന് പറയുന്നത് AC ആണ്. നമ്മുടെ റെഫറൻസ് ആക്സിസ് എന്ന് പറയുന്നത് AC-യിൽ നിന്നും വേണം മെഷർ ചെയ്യാനായിട്ട്. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? IYY ആണ് കണ്ടുപിടിക്കുന്നത്. IYY കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് എന്താണ്? X ബാർ ആണ് അല്ലെ? X ബാർ ആണ് നമുക്ക് വേണ്ടത്. IYY കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് X ബാർ ആണ് വേണ്ടത്. കാരണം ഇതാണ് AC എന്നുള്ള ലൈൻ, ഇതാണ് നമ്മുടെ YY എന്ന ലൈൻ ആക്സിസ് അല്ലെ? ഓക്കെ ആണോ? AC എന്ന റെഫറൻസ് ആക്സിസ് ആണ്, YY എന്ന റെഫറൻസ് ആക്സിസ് ആണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? X ബാർ. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് X ബാർ ആണ്. ക്ലിയർ ആണോ? കണ്ടുപിടിക്കേണ്ടത് X ബാർ ആണ്. അപ്പൊ ഇതിന് 1 2 3 എന്നുള്ള
3 ഫിഗേഴ്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇങ്ങനെയാണ് ഡിവിഷൻ നടത്തിയിരിക്കുന്നത്. അപ്പൊ എന്താ, എല്ലാം ബേസ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ആ ഒരു എളുപ്പം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്നാമത്തെ ഫിഗറിന്റെ ഏരിയ എന്ന് പറയുന്നത് 100 × 15 ആയിരിക്കും. 100 × 15. അതുപോലെ അതിന്റെ x1 എന്ന് പറയുന്നത് 100ന്റെ പകുതിയായിരിക്കും. ഇവിടെ ഇതല്ലേ റെക്ടാങ്കിള്, ഇതിന്റെ x1 എന്ന് പറയുന്നത് ഇതിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ, ഇതല്ലേ x1. അത് എത്രയായിരിക്കും? മൊത്തം 100 ആണെങ്കിൽ അതിന്റെ പകുതി 100/2. അതുപോലെ രണ്ടാമത്തെ ഫിഗർ ഇതേ ഇങ്ങനെയാണ്. അപ്പൊ രണ്ടാമത്തെ ഫിഗർ 10 ആണ്. അപ്പൊ അതിന്റെ x2 എന്ന് പറയുന്നത് അതിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ, 10/2 ആയിരിക്കും, 5 ആയിരിക്കും. അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, 50യും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഫിഗറിന്റെ x3 എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും, 100/2 ആയിരിക്കും. 100/2 50 ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് a1 x1 a2 x2 a3 x3 നമുക്ക് കിട്ടി. a1 x1 a2 x2 a3 x3. ഇനി നമ്മൾ a1 x1 a2 x2 a3 x3 കണ്ടുപിടിച്ചു. അതിന്റെ എല്ലാം സമ്മ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതവിടെ കിടക്കട്ടെ. കാരണം അതെന്തിനാ കണ്ടുപിടിക്കുന്നത്, എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എ എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ബാർ കിട്ടും അല്ലെ. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇനി നമ്മുടെ ഇതാണ് എ സി ആണ് നമ്മുടെ റെഫറൻസ് ആക്സിസ് എന്ന് പറഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് IYY ആണ്. സോ ആദ്യം നമുക്ക് എ സിയിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാം. എന്നിട്ട് കാരണം എ സി ഇതാണെന്ന് പറഞ്ഞു, എ സി ഇതാണ് നമ്മുടെ YY എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് YY ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ. നമുക്ക് എ സി കണ്ടിട്ട് YY ആക്സിസിലേക്ക് മാറ്റാം പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ ഫിഗറിന്റെ IAC എന്ന് പറയുന്നത് ഇതാണ് ഫിഗർ അല്ലെ, ഒന്നാമത്തെ ഫിഗർ മാത്രമാണ് കേട്ടോ. അപ്പൊ ഈ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിനെ സംബന്ധിച്ച് എന്താണ്, ബേസിലൂടെയുള്ള ആക്സിസ് ആണ്. സോ അവിടെ BDQ/3 കൊടുത്താൽ മതി. ക്ലിയർ ആയോ? രണ്ടാമത്തെ ഫിഗർ ഇത് ഇങ്ങനെയാണ്. അതിനെ സംബന്ധിച്ചാണെങ്കിലും ഈ ആക്സിസ് എന്ന് പറയുന്നത് അതിന്റെ ബേസ് ആണ്. സോ അവിടെ നമ്മൾ എന്ത് കൊടുത്താൽ മതി, BDQ/3 കൊടുത്താൽ മതി. മൂന്നാമത്തെ ഫിഗറും ഇങ്ങനെ തന്നെയാണ്, അതും അതിന്റെ ബേസിലൂടെയാണ് പാസ് ചെയ്യുന്നത്, AC അല്ലെ. സോ അവിടെ നമ്മൾ BDQ/3 കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ സിഗ്മ EAB ഒക്കെ കണ്ടുപിടിച്ച് വെക്കണം. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് വെക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. A1 x1 AX IAC എല്ലാം BDQ/3 വരെയുള്ള കാരണം എന്താണ്, നമ്മൾ ഇതാണ് റെഫറൻസ് ആക്സിസ് എടുത്തിട്ട് ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്. അപ്പൊ ഏത് ഫിഗർ എടുത്താലും ഈ AC എന്ന് പറയുന്നത് ആ ഫിഗറിന്റെ ബേസിലൂടെ പോകുന്ന ആക്സിസ് ആണ്. അപ്പൊ ബേസിലൂടെയാണ് ആക്സിസ് പോകുന്നതെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കാണാനായിട്ട് ഡെറിവേഷനിലെ പഠിച്ചിട്ടുണ്ട്, BDQ/3 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ആ വാല്യൂ നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, BDQ/3 എന്ന് കൊടുത്താൽ മതി. അപ്പൊ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ സെക്ഷൻ എടുക്കുമ്പോൾ അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ IAC കിട്ടി. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, let x bar ആണ്. let x bar be the distance of centroid from AB അല്ലല്ലോ AC അല്ലേ, നമ്മുടെ നേരത്തെ കോപ്പി പേസ്റ്റ് ചെയ്തതിന്റെ പ്രശ്നമാണ്, AC ആണ് കേട്ടോ. then x bar is equal to sigma AX/sigma A. നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 33.72 എന്ന ആൻസർ കിട്ടി. എന്നിട്ട് നമ്മുടെ പാരലൽ ആക്സിസ് തിയറം എന്താണ്, IAC is equal to IYY plus AX bar square. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് IYY കണ്ടുപിടിക്കാനായിട്ട് പറ്റും. A എന്ന് പറയുന്നത് എന്താണ്, മൊത്തം ഫിഗറിന്റെയാണ്, ദാറ്റ് ഈസ് A1 പ്ലസ് A2 പ്ലസ് A3 എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അതായത് സിഗ്മ A എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചില്ലേ, ആ വാല്യൂ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ അവസാനം നമുക്ക് ആൻസർ IYY ഇതുപോലെ കിട്ടും. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇത് എക്സ് ബാർ ആണെന്ന് തിരുത്തണം, ഇത് AC എന്നും തിരുത്തണം കേട്ടോ. എക്സ് ബാർ AC എന്ന് തിരുത്തണം. ക്ലിയർ? ഓക്കെ, അപ്പോ നമ്മുടെ ആ പ്രോബ്ലം കഴിഞ്ഞു. ഈ പ്രോബ്ലം ആണ് നമ്മളിപ്പോ ചെയ്തത് അല്ലെ. ഓക്കെ, ഒന്ന് ആലോചിക്കൂട്ടോ ഒരു മിനിറ്റ്. കറക്ഷൻ ഒന്ന് എഴുതി വെച്ചോട്ടെ.
ക്ലിയർ? അപ്പൊ ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ മൊമെന്റ്. ഒരു ആംഗിൾ സെക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അപ്പോൾ പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് IXX ആൻഡ് IYY. ഫിഗർ ഇതാണ് കേട്ടോ. അപ്പൊ ഇതില് നോക്കുക, നമുക്ക് തന്നിട്ടുള്ള ഫിഗറിൽ നമ്മുടെ AB എന്ന് പറയുന്നത് നമ്മുടെ റെഫറൻസ് ലൈൻ ആയിട്ട് എടുക്കുക. AB എന്ന് പറയുന്നത് നമ്മുടെ റെഫറൻസ് ലൈൻ ആയിട്ട് എടുക്കുക. നേരത്തെ നമ്മൾ ടേബിൾ വെച്ചാണ് ചെയ്ത്, ഇവിടെ ടേബിൾ വെച്ചിട്ടല്ല. അതെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട. AB ആണ് നമ്മുടെ റെഫറൻസ് ലൈൻ. അപ്പൊ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്, ഫിഗറിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്ത് ചെയ്യണം? എല്ലാം ഈ രീതിയിലാണ് നമ്മൾ ഇവിടെ ഡിവിഷൻ നടത്തിയിട്ടുള്ളത്. എങ്ങനെ ഡിവൈഡ് ചെയ്യാട്ടോ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ബേസിലൂടെ പോകുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എളുപ്പമാണ്. BDQ/3 കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിന്റെ IAB കണ്ടുപിടിക്കുമ്പോഴും നമ്മൾ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതിനും BDQ/3 എടുത്താൽ മതി, ഇതിനും BDQ/3 എടുത്താൽ മതി. കാരണം അബൌട്ട് IAB കണ്ടുപിടിക്കുമ്പോൾ രണ്ട് ചിത്രത്തിന്റെയും ബേസിലൂടെയാണ് ആ ആക്സിസ് പോകുന്നത് അല്ലെ. IAB എന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് പോകുന്നത് ബേസിലൂടെയാണ്. അപ്പൊ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് A1 കണ്ടുപിടിക്കുക. A1 എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ഫിഗർ ഇല്ലേ, ഇതാണ് A1. ഇത്രയും ഭാഗത്തിന്റെ ഏരിയ A1. ഓക്കെ, എത്ര വരും? 60 × 20, 1200. ഓക്കെ, ഇനി A2 എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ്. A2 എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ്. ഈ ഒരു പോർഷന്റെ ഏരിയ എന്ത് വരും? 120 × 20. ടെക്സ്റ്റിലുണ്ട് അല്ലെ. 120 × 20 ചെയ്യുമ്പോൾ ഇതിന്റെ A2 നമുക്ക് കിട്ടും. അപ്പൊ A1 ആയി, A2 ആയി. ഇനി നമുക്ക് AB ആണ് ഇത് അല്ലെ. AB-യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് AB-യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കാണാനായിട്ട് ഇതാണ് Y1, ഇത്രയും ഡിസ്റ്റൻസ് ആണ് Y1 അല്ലെ. അപ്പൊ Y1 എന്ന് പറയുന്നത് 20/2 വരും. Y1 എന്ന് പറയുന്നത് 20/2. നമുക്ക് 10 mm എന്ന് ഇവിടെ ഉണ്ട്. Y1/20/2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി Y2ന്റെ കേസ് ആണെങ്കിലോ, Y2 എന്ന് പറയുന്നത് ഇതാണ്, ഇതിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. എത്ര വരും? 120/2 വരും. 120/2 എന്ന് വരും. നമുക്ക് 60 എന്ന് കാണാനായിട്ട് സാധിക്കും. 60. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഇത് നമ്മൾ സിഗ്മ A, അതായത് A1 + A2 അതാണ് ഈ എഴുതിയിരിക്കുന്നത്. A1 + A2 അതാണ് നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എഴുതിയിട്ടുള്ളത്. നമുക്ക് 3600 എന്ന് കിട്ടി. ക്ലിയർ? ഇനി നമുക്ക് Y ബാർ കണ്ടുപിടിക്കണം. ഞാൻ എല്ലാം മായ്ക്കുകയാണ്. നമുക്ക് Y ബാർ കണ്ടുപിടിക്കണം. ഇതാണ് Y ബാർ എന്ന് പറയുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് ആണ് Y ബാർ. Y ബാർ കാണാനായിട്ട് നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട്. ഞാൻ വേറെ എഴുതുന്നില്ല, ഇവിടെ ഉണ്ട്. Y ബാർ നമ്മൾ A1Y1 + A2Y2 ഹോൾ ഡിവൈഡഡ് ബൈ A1 + A2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് Y ബാർ കിട്ടും. ചെക്ക് ചെയ്യണേ, ടെക്സ്റ്റിൽ ആയതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. ചെക്ക് ചെയ്യണം കേട്ടോ, ചെയ്ത് നോക്കണം നിങ്ങൾ. ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോ നമുക്ക് 43.33 mm എന്ന് നമുക്ക് ആൻസർ കിട്ടും, Y ബാർ എന്ന് പറയുന്നത്. ഇനി AB ആണ് നമ്മുടെ റെഫറൻസ് ലൈൻ. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? IAB കണ്ടുപിടിക്കണം. നമുക്ക് IXX കാണാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് IAB കണ്ടുപിടിക്കണം. അപ്പൊ IAB ഓരോ ഫിഗറിന്റെയും AB കാണാനായിട്ട് എന്ത് ചെയ്തു? ഒന്നാമത്തെ ഫിഗറിന്റെ IAB നമ്മൾ നേരത്തെ ബോക്സ് ആയി ചെയ്ത അതേ മെത്തേഡ് തന്നെ. രണ്ടാമത്തെ ഫിഗറിന്റെ IAB കണ്ടിട്ട് ആഡ് ചെയ്തു. അതല്ലേ നമ്മൾ സിഗ്മ IAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ അർത്ഥം. ഒന്നാമത്തെ ഫിഗറിന്റെ IAB + രണ്ടാമത്തെ ഫിഗറിന്റെ IAB കണ്ടുപിടിച്ചു, ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഫിഗറിന്റെ IAB എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ റെഫറൻസ് ലൈൻ. സോ IAB1 എന്ന് പറയുന്നത് എന്താണ്? B1D1³ പ്ലസ് രണ്ടാമത്തെ ഫിഗറോ B2D2³ ചെയ്ത് കഴിഞ്ഞത് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇക്വേഷൻ എഴുതിയില്ലെന്നേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ നമുക്ക് IAB കിട്ടി. ക്ലിയർ? അപ്പൊ IAB ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് IXX ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് IXX. അപ്പൊ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? Y ബാർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Y ബാർ എന്ന് പറയുന്നത്. അപ്പൊ IAB നമുക്ക് കിട്ടി. ഇത്രയാണ് നമ്മുടെ IAB. ഇനി നമുക്ക് ഇങ്ങോട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യണം IXXലേക്ക്. സോ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്തു. പാരലൽ ആക്സിസ് തിയറത്തിൽ എന്താ പറയുന്നത്?
IAB is equal to IXX plus AY bar square. So from that IXX can be determined. IXX is equal to IAB minus AY bar square. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ എന്ന് പറയുന്നത് ഏതാ കൊടുക്കേണ്ടത്? ടോട്ടൽ ഏരിയ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ഈ ഏരിയ വേണം കൊടുക്കാനായിട്ട്. Y ബാർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചു. 43.33 എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ, ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 492 into 10⁴ mm⁴ എന്ന് കിട്ടി. ക്ലിയർ? ഇത് IXX കണ്ടുപിടിക്കാം. ഇനി IYY ഇതുപോലെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ IXX എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? A1 Y1 A2 Y2 റഫറൻസ്. IXX കണ്ടുപിടിക്കണമെങ്കിൽ IXXന് പാരലൽ ആയിട്ടുള്ള റഫറൻസ് ലൈൻ എടുക്കാം. എന്നിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാം. A1 A2 Y1 Y2 കണ്ടുപിടിക്കാം. എന്നിട്ട് Y ബാറും കണ്ടുപിടിച്ച് വെക്കുക. എല്ലാ ഫിഗറിലേക്കും IABയിൽ നിന്നുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ച് വെക്കുക. ഓരോ ഫിഗറിന്റെ സെപ്പറേറ്റ് ആയിട്ട്. ക്ലിയർ ആയില്ലേ? ഓരോ ഫിഗറിന്റെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ടോട്ടൽ ഫിഗറിന്റെ കാണാനായിട്ട് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ആഡ് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പാരലൽ ആക്സിസ് തിയറത്തിൽ നിന്ന് IXX കണ്ടുപിടിക്കുക. ഇതേ പ്രൊസീജിയർ തന്നെയാണ് IYY കണ്ടുപിടിക്കാൻ നമ്മൾ അടുത്തേലും ചെയ്യുന്നത്. നോക്കാട്ടോ. നോക്കിയേ, ടു ഫൈൻഡ് IYY നമ്മൾ എന്ത് ചെയ്തു? IYY ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ IYY എന്ന് പറയുന്നത് ഇതാണ് IYY, ഈ പിങ്ക് ലൈൻ അല്ലെ IYY. അപ്പൊ നമ്മൾ അതിന് പാരലൽ ആയിട്ടുള്ള റഫറൻസ് ആക്സിസ് കണ്ടുപിടിക്കണം. സോ ദിസ് ഈസ് ദ പാരലൽ ആക്സിസ് AC. ഞാൻ അവിടെ വരയ്ക്കാം. ഇത് AC. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് YY എങ്കിൽ അത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാ? അത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. ഇതിനെ നമ്മൾ X ബാർ എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് X ബാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. X ബാർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓരോ ഫിഗറിനെ ഡിവൈഡ് ചെയ്തിട്ട് X1 കണ്ടുപിടിക്കണം, X2 കണ്ടുപിടിക്കണം, A1 കണ്ടുപിടിക്കണം, A2 കണ്ടുപിടിക്കണം. സോ നമുക്ക് X ബാർ കാണാലോ. എന്നിട്ട് ഈ ഓരോ ഫിഗറിന്റെയും IAB1 IAB അല്ല IAC അല്ലെ, IAC1 അതുപോലെ തന്നെ IAC2 കണ്ടുപിടിക്കണം. എന്നിട്ട് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ടു ഫൈൻഡ് IYY, AC-നെ നമ്മൾ റെഫറൻസ് ലൈൻ ആയിട്ട് എടുത്തു. എന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കിയേ, ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. അപ്പൊ രണ്ട് ഫിഗറിനും ബേസിലൂടെയുള്ള എന്തായി മാറി? IAC. ഇതോ 1, ഇത് 2. അപ്പൊ രണ്ട് ഫിഗറിന്റെയും IAC കാണുമ്പോൾ എന്തായി മാറി? AC എന്നുള്ളത് ബേസിലൂടെയായി. അപ്പൊ നമുക്ക് BDQ/3 മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നോക്കുക. A1 കണ്ടുപിടിച്ചു. A1 80 × 20, A2 100 × 20. ഓക്കെ, ഇനി X1 ആണെന്നുണ്ടെങ്കിലോ, X1 ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ കിടക്കുന്നത്, ഇങ്ങനെ അല്ലെ. ഇതാണ് നമ്മുടെ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ പകുതി അല്ലേ? 80ന്റെ പകുതി അല്ലേ? സോ 80/2 ആണ് X എന്ന് പറയുന്നത്. അതുപോലെ X2 കാണാനായിട്ട് എന്ത് ചെയ്യണം? X2 കാണാനായിട്ട് ഇതിന്റെ പകുതിയാണ്, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ 20/2 ചെയ്യണം. 20/2. അപ്പൊ ഇനി X ബാർ കണ്ടുപിടിക്കാലോ. A1 X1 plus A2 X2 whole divided by A1 plus A2, that is sigma A. അങ്ങനെ നമുക്ക് X ബാർ കിട്ടി. എത്ര? 23.3 mm. ഓക്കെ, ആൻസർ കിട്ടി 23.3 mm. ഇപ്പൊ നമുക്ക് X ബാർ ആണ് കിട്ടിയത്. X ബാർ ആണ് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുന്നില്ലേ നമ്മുടെ റെഫറൻസ് ലൈനുകൾ എങ്ങനെയാണ് കിടക്കുന്നത്? ഇതാണ് AC, ഇതാണ് YY, ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് X ബാർ. നമുക്ക് ഇത് AC ആണെന്നറിയാം. അപ്പോ എല്ലാ ചിത്രത്തിന്റെയും IAC കണ്ടുപിടിക്കും. ഇതാണ് YY. എന്നിട്ട് നമ്മൾ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ കണ്ടുപിടിക്കും. അപ്പൊ X ബാർ കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ IAC കണ്ടുപിടിക്കണം അല്ലെ. രണ്ട് ചിത്രത്തിന്റെയും IAC. അപ്പൊ ഇതിന്റെയാണ് IAC എന്നുണ്ടെങ്കിൽ ഇതതിന്റെ ബേസ് അല്ലേ. സോ BDQ/3 ചെയ്താൽ മതി. രണ്ടാമത്തെ ഫിഗർ എടുക്കുകയാണെങ്കിലോ അതും അപ്പോഴും ഈ രണ്ടാമത്തെ റെക്ടാംഗിളിന്റെ ബേസ് ആയിട്ടാണ് AC ആക്ട് ചെയ്യുന്നത്. സോ BDQ/3 ചെയ്താൽ മതി. ദാറ്റ്സ് വൈ IAC is equal to IAC1 plus IAC2 ചെയ്യുമ്പോൾ നമുക്ക് BDQ/3. ഇവിടെയും BDQ/3. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ IAC കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പാരലൽ ആക്സിസ് തിയറം ഇതിൽ അപ്ലൈ ചെയ്യണം അല്ലെ. പാരലൽ ആക്സിസ് തിയറം നമുക്കറിയാം. IAC is equal to IYY plus AX bar the whole square. ഇതിൽ നിന്ന് IYY കണ്ടുപിടിക്കാം. A എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ, X ബാർ നമ്മൾ കണ്ടുപിടിച്ചു നേരത്തെ 23.3 എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിച്ചു. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയോ? ഓരോ സ്റ്റെപ്പ് ഞാൻ അടുത്ത് വായിക്കുന്നില്ല,
ഓൾറെഡി ഉണ്ട്. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്കിനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഇതിപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പൊ നിങ്ങളിത് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്ന് കമന്റ് ബോക്സിൽ ഇടുക, ലൈവ് ചാറ്റിൽ പറയാം. ഓക്കെ, അപ്പൊ ഞാൻ വായിക്കാം. ഇപ്പൊ വായിക്കാൻ പറ്റില്ല, ഞാൻ വായിച്ചോളാം. വായിച്ചിട്ട് സൂം ക്ലാസ്സോ എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യാം. എന്തായാലും പോർഷൻ തീർക്കട്ടെ. 2-3 പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോബ്ലംസിന്റെ സെക്ഷൻ തീരും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്ത് അസൈൻമെന്റിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് നമ്മുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ എൽ സെക്ഷൻ ഷോൺ ഇൻ ഫിഗർ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് x ആൻഡ് y. അപ്പോ ഇതിലും ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ്. നേരത്തെ ഷേപ്പ് മുകളിലോട്ടായിരുന്നു എങ്കിൽ ഇത്തവണ ഈ രീതിയിൽ വന്നു എന്ന് മാത്രം. അപ്പൊ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ IXXും IYYയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് IXX കാണാനായിട്ട് IXXന് പാരലൽ ആയിട്ടുള്ള റെഫറൻസ് ലൈൻ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ABയിൽ നിന്ന് XXലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് y ബാർ എന്ന് പറയുന്നത്. അപ്പൊ y ബാർ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ രണ്ട് ഫിഗറിന്റെയും IAB കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ആഡ് ചെയ്യണം. എന്നിട്ട് പാരലൽ ആക്സിസിൽ കൊടുക്കണം. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമുക്ക് നോക്കാം. നോക്കാം, ഫിഗർ പോയില്ലേ? ഫിഗർ ഞാൻ അവിടെ അല്ല, ഇത് 10, ഇത് 80, ഇത് ഇത്രയും 50 ആണ്. ഇത് തന്നിട്ടില്ലേ? ഓക്കെ, അപ്പം AB ആണ് നമ്മൾ എടുക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫിഗറിനെ ഇതുപോലെ ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇത് ഒന്നാമത്തെ ഫിഗർ, ഇത് ഒന്നാമത്തെ ഫിഗർ, ഇത് രണ്ടാമത്തെ ഫിഗർ. ഓക്കെ, തിരിച്ചാണ് എടുത്തിരിക്കണേ. നോക്കട്ടെ കേട്ടോ. തിരിച്ചെടുത്തിരിക്കണേ. സോ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. ഇത് ഒന്നാമത്തെ ഫിഗർ, ഇത് രണ്ടാമത്തെ ഫിഗർ. ഓക്കെ, അപ്പൊ നമുക്ക് IXX കണ്ടുപിടിക്കണം. IXX എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് IXX അല്ലെ? IXX ഇതാണ് AB എന്നുള്ള ആക്സിസ്. അപ്പൊ ഇത് രണ്ടിൽ നിന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? y ബാർ. നമുക്ക് y ബാർ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കൂ, ഒന്നാമത്തെ കാര്യം ഇതാണ്. ഒന്നാമത്തെ ഫിഗറിന്റെ ഏരിയ 50 × 10. രണ്ടാമത്തെ ഫിഗറിന്റെ ഏരിയ 80 × 10. y1 എന്ന് പറയുന്നത് 10/2 വരും അല്ലെ? y1 എന്ന് പറയുന്നത് 10/2 വരും. അതുപോലെ y2 എന്ന് പറയുന്നത് 80/2 വരും. അപ്പൊ y ബാർ കണ്ടുപിടിച്ചൂടെ? A1 y1 + A2 y2 ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ A. y ബാർ കണ്ടുപിടിക്കാം. y ബാർ കിട്ടി. ഇത്രയും ക്ലിയർ ആയല്ലോ? A1 y1 A2 y2 y ബാർ. ഇത്രയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? IAB, ഒന്നാമത്തെ ഫിഗറിന്റെ IAB എന്താണ്? AB എന്താണ്? ബേസിലൂടെയാ പോകുന്നത്. BDQ/3 ചെയ്താൽ മതി. അപ്പൊ ഒന്നാമത്തെ ഫിഗറിന്റെ BDQ/3 പ്ലസ് രണ്ടാമത്തെ ഫിഗറിന്റെ BDQ/3 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? ഒന്നാമത്തെ ഫിഗറിന്റെ BDQ/3 പ്ലസ് രണ്ടാമത്തെ ഫിഗറിന്റെ BDQ/3. ഒന്നാമത്തെ ഫിഗറിന്റെ BDQ/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ B എത്രയാ? 50 × D എത്രയാ? 10³/3 പ്ലസ് രണ്ടാമത്തെ ഫിഗർ എടുക്കുകയാണെങ്കിൽ B എത്രയാ? 10 × D എത്രയാ? 80³/3 ചെയ്തു. അപ്പൊ നമുക്ക് IAB, ടോട്ടൽ IAB കിട്ടി. നമുക്ക് IAB കിട്ടിക്കഴിഞ്ഞാൽ IXX കാണണം അല്ലെ? IXX കാണണമെന്നുണ്ടെങ്കിൽ ഇതാണ് XX ആക്സിസ്, ഇതാണ് AB ആക്സിസ്. ഇത് രണ്ടും നമ്മുടെ ഡിസ്റ്റൻസ് ആണ്. എന്ത്? y ബാർ എന്ന് പറയുന്നത്. അപ്പൊ IXX എങ്ങനെ കാണും? അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്?
പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യുന്നത്. എന്താ പാരലൽ ആക്സിസ് തിയറം? IAB is equal to IXX plus AY bar square. ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? IXX. So IXX is equal to IAB minus AY bar square. IAB നമ്മൾ ഇത് ഇവിടെ കണ്ടുപിടിച്ചു വെച്ചു, Y bar നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? IXX കണ്ടുപിടിക്കാം. ക്ലിയർ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വൺ എന്താണ്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് നമുക്ക് IYY കണ്ടുപിടിക്കണം അല്ലെ. IYY കണ്ടുപിടിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫിഗർ ഒന്ന് വരയ്ക്കട്ടെ. നമ്മുടെ ഫിഗർ ഇത് ഇങ്ങനെയാണ്. ഇത് 10, ഇതും 10, ഇത് മൊത്തം 60, കാരണം ഇത് 50 ആണെന്നറിയാം. 60, ഇത് 70. അപ്പൊ IYY എന്ന് പറയുന്നത് ഇതാണ് IYY അല്ലെ. ഇതായിരിക്കും YY ആക്സിസ്. Y. അപ്പൊ നമ്മൾ അതിന് പാരലൽ ആയിട്ടുള്ളത് ഏതെടുക്കേണ്ടത്? ഇതെടുക്കണം അല്ലെ. പാരലൽ ആയിട്ട് നമ്മൾ ഈ ഒരു ലൈൻ വേണം എടുക്കാനായിട്ട്. ആ ലൈൻ എന്താണ്? AC ആണ്. അപ്പൊ ACയും YYയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഈ കാണുന്ന X ബാർ. അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? X ബാർ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ X ബാർ കണ്ടുപിടിക്കാനായിട്ട് A1. അപ്പൊ നമ്മള് AC ഇതാണ്, AY ഇതാണ്. നമുക്ക് ഡിവൈഡ് ചെയ്യണം ഫിഗറിനെ അല്ലെ. എങ്ങനെ ഡിവൈഡ് ചെയ്യണം? നമുക്ക് AC കണ്ടുപിടിക്കുമ്പോൾ ബേസ് ആയിട്ട് എല്ലാം കിട്ടുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ രണ്ട് ഫിഗറിന്റെയും ബേസ് ആയിട്ട് AC വരും. സോ BDQ/3 കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ നോക്കുക, ഇത് ഒന്നാമത്തെ ഫിഗർ, ഇത് രണ്ടാമത്തെ ഫിഗർ. ഒന്നാമത്തെ ഫിഗറിന്റെ ഏരിയ എത്ര വരിക? 60 × 10. രണ്ടാമത്തെ ഫിഗറിന്റെ ഏരിയ എത്ര വരും? 10 × ഇത് മൊത്തമാണ് 70. 70 നിന്ന് 10 പോകും, 60 വരും അല്ലെ. ഓക്കെ, കറക്ഷൻ ഉണ്ടോ നോക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ ഫസ്റ്റ് ഫിഗറിലേക്ക് ഒന്ന് പോട്ടെ കേട്ടോ. ഇതല്ലേ നമ്മുടെ ചോദ്യം? മൊത്തം 80 ആണ്. അപ്പൊ 70 ശരിയാണ് കേട്ടോ. എനിക്ക് തെറ്റിയതാണ്. ഇതല്ലേ നമ്മുടെ നോക്കിക്കൊണ്ടിരുന്നത്? IYY. ഓക്കെ, അപ്പൊ ഇത് എത്രയാണ്? 70. ഇവിടെ വരെയാണ് 70 കേട്ടോ. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ 70 × 10 ചെയ്തു, നമുക്ക് A2 കിട്ടി, A2 കിട്ടി, A1 കിട്ടി. അപ്പൊ ടോട്ടൽ ഏരിയ നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്തു. ഇനി X1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? X1 എന്ന് പറയുന്നത് 60/2. എവിടെയുണ്ട്? 60/2. അതുപോലെ X2 എന്ന് പറഞ്ഞാൽ 10/2 = 5 mm. 10/2 = 5 mm. അവിടെ ഈക്വൽ ടു ഒന്നും കൊടുത്തിട്ടില്ല ടെക്സ്റ്റിൽ. = 5 mm. ഓക്കെ, അപ്പൊ നമുക്ക് X1 ആയി, X2 ആയി. ഇനി എന്ത് കണ്ടുപിടിക്കാം? X ബാർ കണ്ടുപിടിക്കാം അല്ലെ. X ബാർ എങ്ങനെ കണ്ടുപിടിക്കുക? A1 X1 plus A2 X2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് X ബാർ കിട്ടി. ഓക്കെ, ഇനി IAC കണ്ടുപിടിക്കണം. AC-യിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. എങ്ങനെയാ? BDQ/3 plus BDQ/3 ചെയ്താൽ മതി. BDQ/3 plus BDQ/3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എന്നിട്ട് ബൈ പാരലൽ ആക്സിസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യാണ്. IAC is equal to IYY plus AX bar square. അതിൽ നിന്ന് IYY കണ്ടുപിടിക്കാം. അപ്പൊ IXX is equal to ഈ വാല്യൂ കിട്ടും, IYY is equal to ഈ വാല്യൂവും കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. സാധാരണ ചോദിക്കാറുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം നോക്കൂ. Find the polar moment of inertia of a circular shaft of internal diameter 30 mm and external diameter 50 mm. അപ്പോൾ സർക്കുലർ ഷാഫ്റ്റ് ആണ്. അപ്പൊ ഹോളോ സർക്കുലർ സെക്ഷൻ ആയിട്ടാണ് ഇത് കിടക്കുന്നത്. പുറമേയുള്ള ഡയമീറ്റർ എന്ന് പറയുന്നത് 50 mm, അകത്തുള്ള ഡയമീറ്റർ 50 mm. അപ്പൊ ഹോളോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? IXX IYY കണ്ടുപിടിക്കുന്നെങ്കിൽ വലിയ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ മൈനസ് ചെറിയ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ.
അപ്പോൾ വലിയ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് 5/64 into d⁴. ചെറിയ സർക്കിളിന്റെ എന്ന് പറയുന്നത് 5/64 into d⁴. അപ്പൊ നമുക്ക് അതിനെ കോമൺ ആയിട്ട് എങ്ങനെ എഴുതാം? 5/64 into d2⁴ minus d1⁴. അതിവിടെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ixxും iy നമുക്ക് അങ്ങനെ കിട്ടും. ഇനി പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം, ഈ സ്റ്റെപ്പ് വേണമെന്നില്ല. കാരണം നമുക്ക് അല്ലാതെ തന്നെ നമ്മൾ ഡെറിവേഷനിൽ പഠിച്ചിട്ടുണ്ട്. പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ Izz എന്ന് പറയുന്നത് 5/32 into d⁴ ആണ്. ഇത് ഹോളോ സർക്കുലർ സെക്ഷൻ ആയതുകൊണ്ട് വലതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുന്നു. സോ 5/32 into d2⁴ minus d1⁴. അതും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട്. ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻസ് ഏരിയ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യാം. ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിന്. ക്ലിയർ ആണോ? അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ixxും iy നമുക്കറിയാം 5/64 into d⁴ ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഹോളോ സർക്കുലർ സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചു. അപ്പൊ വലിയ ഡയമീറ്റർ 50 ആണ്, ചെറിയ ഡയമീറ്റർ എത്രയാണ്? 30 ആണ്. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനാണ്. സോ ixx iy ഒന്നും കണ്ടുപിടിക്കേണ്ട, എന്ത് കണ്ടുപിടിച്ചാൽ മതി? Izz കണ്ടുപിടിച്ചാൽ മതി. Izz നമുക്കറിയാലോ 5/32 into d⁴ ആണ് ഇത്. അപ്പൊ ഇവിടെ ഹോളോ സർക്കുലർ സെക്ഷൻ ആയതുകൊണ്ട് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ക്ലിയർ ആയോ? Izz മാത്രമേ നമുക്ക് കാണാനുള്ളൂ, ഇത് കാണാൻ പറഞ്ഞിട്ടില്ല. ixxും iy ഈ ചോദ്യത്തിൽ കാണാനായിട്ട് പറഞ്ഞിട്ടില്ല. സോ നമുക്കത് വേണ്ട. ക്ലിയർ? ഈ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം എന്താണെന്ന്. സിമിലർ പ്രോബ്ലം ആണ്. ഫൈൻഡ് the moment of inertia of hollow rectangular section about the axis passing through the center of gravity if the external dimensions are 40 mm deep and 30 mm wide. ചിത്രത്തിൽ ഉണ്ട് ട്ടോ നോക്കുക. 40 mm deep and 30 mm wide and internal dimensions are 25 mm deep and 15 mm wide. Clear? അപ്പൊ നമുക്ക് ഔട്ടർ ഡയമെൻഷൻസ് എല്ലാം തന്നിട്ടുണ്ട്, ഇന്നർ ഡയമെൻഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. സെന്റർ ഓഫ് ഗ്രാവിറ്റി about the axis passing through center of gravity ixxും iy കണ്ടുപിടിക്കണം. സിമ്പിൾ അല്ലേ? Ixx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Ixx എന്ന് പറഞ്ഞാൽ എന്താണ്? b(d³/12) ആണ്. പക്ഷെ നമ്മുടെ കേസിൽ എങ്ങനെയാണ്? അത് ഹോളോ ആണ് അല്ലെ. സോ നമുക്ക് എങ്ങനെ എഴുതാം? b(d³/12) മൈനസ് b(d³/12). ഇതെന്ത് കണ്ടുപിടിക്കാനാണ്? Ixx കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? 1/12 into bd³ ഇങ്ങനെ എഴുതാം അല്ലെ. എന്നിട്ട് ഈ ബിയുടെ അവിടെ എന്ത് കൊടുക്കുക? ഈക്വൽ ടു 1/12 into ക്യാപിറ്റൽ ബി എത്രയാ? 30 into 40³ മൈനസ് 15 into 25³ ചെയ്താൽ മതി അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് ചെയ്യുമ്പോൾ നമുക്ക് Ixx കിട്ടും. സിമിലർലി Iyy ചെയ്യാൻ എന്ത് ചെയ്യണം? Iyy ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ 1/12 into db³ ആയി മാറും അല്ലെ. Iyy ആവുമ്പോൾ db³ മൈനസ് ചെറുതിന്റെ 1/12 into db³. എന്നിട്ട് ഇത് ഇപ്പൊ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? 1/12 into db³ മൈനസ് db³. അത് പേജിലുണ്ട് കേട്ടോ, ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. സോ 1/12 into ക്യാപിറ്റൽ D 40 into b എത്രയാ? 30³ അല്ലേ. 30³ മൈനസ് കഴിഞ്ഞില്ല, മൈനസ് സ്മോൾ d എത്രയാ? 25 into 15³ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? Iyy കിട്ടി. ഓക്കെ, അടുത്ത ഇതിൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. കണ്ടോ? Ixx കാണാനായിട്ട് ഇങ്ങനെ ചെയ്തു, Iyy കാണാനായിട്ട് ഇങ്ങനെ ചെയ്തു, എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കഴിഞ്ഞു.
അപ്പൊ ഇത്രയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഹോളോ സർക്കുലർ സെക്ഷൻ, ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ ഒക്കെ വരുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്താൽ മാത്രം മതി. ചില കേസിൽ IXX IYY ഒക്കെ കണ്ടുപിടിക്കാൻ L സെക്ഷൻ നേരത്തെ നമ്മൾ ചെയ്തില്ലേ, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഇഷ്ടംപോലെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ പോർഷനും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അസൈൻമെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ക്ലാസ് കൂടെ വേണമെങ്കിൽ വെക്കാം, നിങ്ങൾ പറയുകയാണെങ്കിൽ വെക്കാം. അതുപോലെ ഏതെങ്കിലും ഒരു പോർഷൻ ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും പേഴ്സണലി മെസ്സേജ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ലൈവ് ചാറ്റിൽ ലാസ്റ്റ് ക്ലാസ് ലൈവ് ചാറ്റിൽ ഇപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ഞാൻ വായിച്ചോളാം. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയുക. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും എങ്ങനെയാണ് പ്രോബ്ലംസ് എല്ലാം വരുന്നതെന്ന്. ഇന്നൊരു വലിയ ക്ലാസ് ആയിരുന്നു അല്ലെ, പ്രോബ്ലം തീർക്കാൻ വേണ്ടി ഞാൻ ഇരുന്നതാണ്. അപ്പൊ പ്രോബ്ലംസ് എല്ലാം സിമിലർ പ്രോബ്ലംസ് മാത്രമേ ഞാൻ വേഗം പറഞ്ഞു പോയിട്ടുണ്ടാവും. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ ഫസ്റ്റ് ടൈം സമയം എടുത്തിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, പ്രോബ്ലം മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.